ഈ കഥ ആരംഭിക്കുന്നത് 1969-ലാണ്. അമേരിക്കയാണ് സ്ഥലം. അവിടെ ഷോൺ ആന്റന എന്ന പേരുള്ള ഒരു മന്ത്രവാദിനിയുണ്ട്. ഇന്ന് രാവിലെ ഒരു ഭാര്യയും ഭർത്താവും ചേർന്നിട്ട് തങ്ങളുടെ മകനെ അവരുടെ അടുത്തേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അവൻ എന്തോ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. അവൻ ആരും കാണാത്ത എന്തൊക്കെ കാഴ്ചകൾ കാണുന്നു, എന്തൊക്കെ പിച്ചും പേയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെയാണ് അവന്റെ പാരന്റ്സ് ഷോണിന്റെ അടുത്ത് പറയുന്നത്. എന്നാൽ അവനെ കണ്ടപ്പോൾ തന്നെ എന്തോ ഒരു പ്രശ്നം അവന് പറ്റിയിട്ടുണ്ട് എന്ന കാര്യം ഷോണിന് മനസ്സിലായി. എന്താണ് ഇവൻ ചെയ്തത്? ഇവൻ അരുതാത്തതായിട്ട് എന്തെങ്കിലും എടുത്തോ എന്നൊക്കെയാണ് അവർ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോഴാണ് അവന്റെ പാരന്റ്സ് സത്യം പറയുന്നത്. അതായത് അവൻ ചില ജിപ്സികളുടെ വണ്ടിയിൽ നിന്നും ഒരു വെള്ളി നെക്ലേസ് മോഷ്ടിച്ചു. അത് കണ്ടപ്പോൾ തന്നെ ആ പയ്യന്റെ പാരന്റ്സ് ആ ജിപ്സികൾക്ക് അത് തിരിച്ചു കൊടുക്കാൻ തുടങ്ങിയതാണ്. എന്നാൽ അവരത് വാങ്ങിക്കാൻ കൂട്ടാക്കിയില്ല. ആ ഒരു തെറ്റാണ് അവൻ ചെയ്തത് എന്ന് പറഞ്ഞിട്ട് അവർ ആ നെക്ലേസ് എടുത്തിട്ട് ഷോണിന് കാണിച്ചു കൊടുക്കുകയാണ്. ആ നെക്ലേസ് അവന്റെ പോക്കറ്റിൽ നിന്ന് എടുത്തപ്പോഴേ അതിന്റെ കൂടെ ഒരു ഈച്ച അവിടെ നിന്ന് പറന്നു പോകുന്നുണ്ട്. അതിപ്പോ ഷോണിനെ ഇങ്ങനെ ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവന് നല്ല രീതിയിലുള്ള പണി കിട്ടിയിട്ടുണ്ട് എന്ന കാര്യം ഷോണിന് മനസ്സിലായി. ഇവനെ ഉടനെ തന്നെ അകത്തേക്ക് കൊണ്ടുപോവാ എന്ന് പറഞ്ഞിട്ട് ഷോൺ വേഗം അവരുടെ വീട്ടിന്റെ അകത്തേക്ക് പോവാണ്. അതായത് അവനൊരു ശാപം കിട്ടിയിട്ടുണ്ട്. ആ ശാപം ഇല്ലാതാക്കാനുള്ള നടപടികൾക്ക് വേണ്ടിയിട്ടാണ് അവന് വീട്ടിന്റെ അകത്തേക്ക് കൊണ്ടുവരിക്കുന്നത്. ഈ സമയം അവൻ നോക്കുമ്പോൾ എന്തൊക്കെയോ രൂപങ്ങളൊക്കെ അവന് കാണാൻ സാധിക്കുന്നുണ്ട്. അവനാണെങ്കിൽ ശരിക്കും പേടിച്ചിരിക്കുകയാണ്. അങ്ങനെ ഷോൺ അങ്ങോട്ട് വന്നിട്ട് എന്തൊക്കെയോ മന്ത്രങ്ങൾ ഇങ്ങനെ ചൊല്ലാൻ തുടങ്ങി. പെട്ടെന്നാണ് അവിടുത്തെ വാതിൽ ഇങ്ങനെ ശക്തമായിട്ട് തുറന്നു വരുന്നത്. അതോടൊപ്പം തന്നെ ഒരു ആത്മാവ് ഇപ്പോൾ ആ റൂമിന്റെ അകത്തേക്ക് കയറിയിരിക്കുകയാണ്. ആ ആത്മാവാണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള എല്ലാവരും ഇടിച്ച് തെറിപ്പിക്കുന്നുണ്ട്. തന്റെ അച്ഛനെയും അമ്മയെയും എന്തോ സാധനം വന്ന് ഇടിക്കുന്നത് കാണുമ്പോൾ ആ പയ്യനാണെങ്കിൽ അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടാൻ തുടങ്ങി. ആ ആത്മാവ് അവന്റെ പുറകെ വരുന്നുണ്ട്. പെട്ടെന്നാണ് അവൻ ആ ഫ്ലോറിൽ നിന്നും നേരെ താഴേക്ക് വീണു പോകുന്നത്. പക്ഷെ താഴെ വീണിട്ടും അവന് കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. ഈ സമയത്താണ് അവൻ കിടക്കുന്ന ആ ഫ്ലോർ ഇങ്ങനെ വിണ്ട് കയറുന്നത്. അതോടൊപ്പം തന്നെ ആ ഫ്ലോർ ആണെന്നുണ്ടെങ്കിൽ ഇടിഞ്ഞു പൊളിഞ്ഞ് താഴേക്ക് വീഴുകയും ചെയ്യുന്നു. പെട്ടെന്നാണ് ഒരു കൈ അങ്ങോട്ട് പൊങ്ങി വന്നിട്ട് ആ പയ്യനെ നരകത്തിലേക്ക് പിടിച്ച് വലിച്ചുകൊണ്ട് പോകുന്നത്. അതൊക്കെ കണ്ട് ഷോണിനാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ആദ്യമായിട്ടാണ് അവർക്കൊരു ആത്മാവിനെ തളയ്ക്കാൻ പറ്റാതാവുന്നത്. അതുകൊണ്ട് തന്നെ അവൾ ശരിക്കും ദേഷ്യത്തിലാണ്. നിന്നെ ഒരിക്കൽ കൂടെ എന്റെ കയ്യിൽ കിട്ടും, അന്ന് നിന്റെ അവസാനമായിരിക്കും എന്നാണ് അവൾ ആ ആത്മാവിനെ നോക്കിക്കൊണ്ട് പറയുന്നത്. ഇവിടെയാണ് ഈ സിനിമയുടെ പേര് എഴുതി കാണിക്കുന്നത്. ഡ്രാഗ് മീ ടു ഹെൽ എന്നാണ് ഈ സിനിമയുടെ പേര്. ഇതിന്റെ സംവിധായകനെ നിങ്ങൾ അറിയുമായിരിക്കും. നമ്മുടെ സ്പൈഡർമാന്റെ സംവിധായകനായ സാം റെയ്മിയാണ് ഈ സിനിമയും സംവിധാനം ചെയ്തിരിക്കുന്നത്. അങ്ങനെ 40 വർഷങ്ങൾ കഴിഞ്ഞു. ഇനി കാണിക്കുന്നത് ഈ കഥയിലെ നായികയാണ്. ഇവളുടെ പേര് ക്രിസ്റ്റീൻ എന്നാണ്. ഇവൾ ഒരു ബാങ്കിലാണ് ജോലി ചെയ്യുന്നത്. പതിവ് പോലെ തന്നെ ഇന്നത്തെ ദിവസം തന്റെ ജോലിക്കായിട്ട് അവൾ ബാങ്കിലേക്ക് വന്നിരിക്കുകയാണ്. ആ ബാങ്കിലെ ലോണിന്റെ സെക്ഷനിലാണ് ഇവൾ വർക്ക് ചെയ്യുന്നത്. ഇവളിപ്പം അവിടുത്തെ അസിസ്റ്റന്റ് മാനേജർ ആവാൻ വേണ്ടി ഒരു റിക്വസ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. എന്നാൽ അതിന്റെ റിസൾട്ട് വന്നിട്ടില്ല. ഈ സമയം അവിടുത്തെ മാനേജർ അങ്ങോട്ട് വരുമ്പോൾ അവൾ അതിന്റെ റിസൾട്ടിനെ കുറിച്ച് അറിയാൻ വേണ്ടി അയാളുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഈ മാനേജറുടെ പേര് ജാക്സ് എന്നാണ്. മിസ്റ്റർ ജാക്സ്, ആ അസിസ്റ്റന്റ് മാനേജർ പോസ്റ്റിലേക്കുള്ള നിയമനത്തിന്റെ കാര്യം എന്തായി? അതിനെക്കുറിച്ചുള്ള ഒരു തീരുമാനമൊക്കെ നിങ്ങൾ എടുത്തോ എന്നാണ് അവൾ ചോദിക്കുന്നത്. ഓ, ഞങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ മാത്രമല്ല, നമ്മുടെ പുതിയതായിട്ട് ഇവിടെ ജോയിൻ ചെയ്ത സ്റ്റൂ ഇല്ലേ, അവനും ഉണ്ട് അവസാനത്തെ ലിസ്റ്റിൽ. നിങ്ങൾ 2 പേരെയാണ് ഇപ്പോൾ പരിഗണിച്ചിരിക്കുന്നത്. ആരാണെന്നുള്ള കാര്യത്തിൽ ഇതുവരെയായിട്ടും തീരുമാനമായിട്ടില്ല എന്നാണ് അയാൾ പറയുന്നത്. എന്നാൽ ഈ സ്റ്റൂ എന്ന് പറയുന്നത് അവിടെ പുതിയതായിട്ട് ജോയിൻ ചെയ്ത ആളാണ്. അവനിപ്പോ പുതിയതായിട്ട് വന്നതല്ലേ, അപ്പൊ നിങ്ങൾ അവനെയും പരിഗണിക്കുന്നുണ്ടോ എന്നാണ് അവള് ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോ പുതിയതായിട്ട് വന്നതായാലും എന്താണ്, അവൻ മിടുക്കനാണ്. എല്ലാ കാര്യത്തിൽ അവൻ ചാടി ചാടി നിൽക്കുന്നുണ്ട്. നമുക്കും അങ്ങനെയുള്ള ആളെയാണല്ലോ വേണ്ടത്. പിന്നെ ഈ ലോണൊക്കെ അപ്രൂവ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിൽ അവൻ ഒരു വിട്ടുവീഴ്ചയ്ക്ക് നിൽക്കാറില്ല. നിങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ്. എങ്കിലും നിങ്ങൾ 2 പേരും കട്ടക്കാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരെയാണ് അസിസ്റ്റന്റ് മാനേജർ ആക്കേണ്ടത് എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് കൺഫ്യൂഷൻ ആണ്. എങ്കിലും വരട്ടെ, നീ ഒന്ന് വെയിറ്റ് ചെയ്യ്. എന്തായാലും അവൻ പുതിയതായിട്ട് ഇവിടെ വന്നതല്ലേ, ഈ ലോൺ അപ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങൾക്കൊക്കെ അവന് ചില സംശയങ്ങളുണ്ട്. നീ അതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തേക്ക് എന്ന് പറഞ്ഞിട്ട് ജാക്സ് അയാളുടെ ക്യാബിനിലേക്ക് പോവാണ്. അങ്ങനെ ഇന്നത്തെ ലഞ്ച് ബ്രേക്ക് ആയി. ക്രിസ്റ്റീൻ നേരെ പോകുന്നത് അവളുടെ ബോയ് ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ടാണ്. ഇവന്റെ പേര് ക്ലേ എന്നാണ്. ഒരു പ്രൊഫസറാണ് ഇവൻ. ഇന്നിപ്പോൾ അവൾ അങ്ങോട്ട് വന്നിരിക്കുന്നതിന് മറ്റൊരു ഉദ്ദേശം കൂടെ ഉണ്ട്. അതായത് പണ്ട് കാലത്തെ നാണയങ്ങളൊക്കെ കളക്ട് ചെയ്യുന്നത് ഇവന്റെ ഒരു ഹോബിയാണ്. ഇന്നത്തെ ദിവസം അവൾക്ക് ഒരുപാട് പഴകിയ ഒരു നാണയം കിട്ടിയിട്ടുണ്ട്. അത് അവന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് അവൾ അവനെ കാണാൻ വന്നിരിക്കുന്നത്. ഒരു കവറിലിട്ടിട്ടാണ് അവൾ ആ നാണയം അവന് കൊടുക്കുന്നത്. അവൻ നോക്കുമ്പോൾ 1929 ഒരു നാണയമായിരുന്നത്. അതുകൊണ്ട് തന്നെ അവന് ശരിക്കും സന്തോഷമായി. അങ്ങനെ അവൻ ആ നാണയം എടുത്തിട്ട് ആ കവറിൽ തന്നെയാണ് സൂക്ഷിക്കുന്നത്. അങ്ങനെ അവനോട് ബൈ പറഞ്ഞിട്ട് അവൾ പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോഴാണ് അവനൊരു കോള് വരുന്നത്. അത് ക്ലേയുടെ അമ്മയായിരുന്നു. അവന് വേണ്ടി അവരൊരു കല്യാണമൊക്കെ ആലോചിക്കുന്നുണ്ട്. ആ പെണ്ണിനെ കുറിച്ച് പറയാനാണ് ഇപ്പൊ അവന്റെ അമ്മ അങ്ങോട്ട് വിളിച്ചിരിക്കുന്നത്. അവർ തമ്മിലുള്ള ഈ സംസാരമൊക്കെ ക്രിസ്റ്റീനയും കേൾക്കുന്നുണ്ട്. ഇനിയിപ്പോ അവന്റെ അമ്മ അവളെ കൊണ്ട് അവനെ കെട്ടിക്കുമോ എന്നൊരു ടെൻഷനാണ് അവൾക്ക്. അങ്ങനെ അവൾ തിരിച്ച് ബാങ്കിലേക്ക് തന്നെ എത്തി. ഈ സമയത്താണ് ഒരു സ്ത്രീ അങ്ങോട്ട് വരുന്നത്. നല്ല പ്രായമുള്ള ഒരു സ്ത്രീയായിരുന്നു അത്. അവരുടെ ഒരു കണ്ണിന് എന്തോ ഡാമേജ് ഒക്കെ പറ്റിയിട്ടുണ്ട്. കണ്ടാൽ തന്നെ ഒരു വികൃതമായ ഒരു രൂപമാണ് ആ സ്ത്രീക്ക്. ആ സ്ത്രീ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നിങ്ങളുടെ ബാങ്കിൽ നിന്ന് ഒരു ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് എനിക്ക് കറക്റ്റായിട്ട് തിരിച്ചടയ്ക്കാൻ പറ്റിയില്ല. ഇപ്പൊ നിങ്ങളുടെ ബാങ്കിലെ ആളുകളൊക്കെ എന്റെ വീട്ടിൽ വന്നു. അവർ ജപ്തി ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് ഇടപെട്ടിട്ട് ആ ജപ്തി നടപടിയൊക്കെ ഒന്ന് ഒഴിവാക്കി തരണം. എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ ക്യാഷ് ഒക്കെ അടച്ചോളാം എന്നൊക്കെയാണ് ആ സ്ത്രീ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ സ്ത്രീയുടെ പേര് ഗാനുഷ് എന്നാണ്.
അവരാ പറയുന്നൊക്കെ കേൾക്കുമ്പോൾ, നോക്ക് മിസ്സിസ് ഗാനുഷ്, നിങ്ങളുടെ പ്രോപ്പർട്ടി കൈവശപ്പെടുത്തണം എന്ന് ഓൾറെഡി ബാങ്ക് ഉത്തരവിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് അതിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് ക്രിസ്റ്റീന പറയുന്നത്. അത് കേൾക്കുമ്പോൾ, നോക്കുമോളെ, 30 വർഷങ്ങളായി ഞാൻ ആ വീട്ടിലാണ് താമസിക്കുന്നത്. മാത്രമല്ല എന്റെ അമ്മയെ അടക്കം ചെയ്തതും ആ വീട്ടുമുറ്റത്താണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് എന്നെ അവിടെ നിന്ന് ഇറക്കി വിടരുത്. നീ എങ്ങനെയെങ്കിലും പറഞ്ഞിട്ട് ഇതൊന്ന് ഒഴിവാക്കി തരണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ ലേഡി ആണെങ്കിൽ അവളുടെ അടുത്ത് ഇങ്ങനെ അപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം കേൾക്കുമ്പോൾ, അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് ഇരിക്കേ, ഞാൻ പോയിട്ട് എന്റെ മാനേജറോടൊന്ന് സംസാരിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ക്രിസ്റ്റീന വേഗം ജാക്സിനെ കാണാൻ വേണ്ടി പോവാണ്. ആ സ്ത്രീയുടെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അവരെ ഒന്ന് സഹായിച്ചൂടെ എന്നാണ് അവൾ ജാക്സിന്റെ അടുത്ത് ചോദിക്കുന്നത്. എന്നാൽ അത് കേൾക്കുമ്പോൾ ജാക്സ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോക്ക് ക്രിസ്റ്റീന, ഇപ്പൊ തന്നെ 2 തവണയാണ് അവർക്ക് സമയം നീട്ടിക്കൊടുത്തത്. ഇങ്ങനെ അവർ കണ്ടിന്യൂസ് ആയിട്ട് പൈസ അടയ്ക്കാതിരിക്കുമ്പോൾ നമ്മൾ സാധാരണ ജപ്തി ചെയ്യാറാണ് പതിവ്. അങ്ങനെയാണ് നമ്മുടെ ബാങ്കിന് മുതൽ തിരിച്ചു കിട്ടുന്നത്. എനിക്കറിയാം അവരെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുക എന്നൊക്കെ പറയുന്നത് കുറച്ച് കടുത്ത തീരുമാനം തന്നെയാണ്. അതുകൊണ്ട് എന്താന്ന് വെച്ചാൽ നീ തന്നെ തീരുമാനം എടുക്ക് എന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീയുടെ പേപ്പേഴ്സ് ഒക്കെ അയാൾ അവൾക്ക് തിരിച്ചു കൊടുക്കുകയാണ്. എന്ത് വേണമെങ്കിലും നീ തന്നെ തീരുമാനിക്കി എന്ന് അയാൾ ആക്കിയിട്ടാണ് സംസാരിച്ചത്. ഈ സമയം അവൾ ആലോചിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സ്ത്രീക്ക് അവൾ ഒരു അവധി കൂടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവൾ ലോണിന്റെ കാര്യത്തിൽ ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്തു എന്നാണ് അതിന്റെ അർത്ഥം. എന്നാൽ മറ്റേ സ്റ്റൂ ആണെങ്കിൽ ഇങ്ങനെ വിട്ടുവീഴ്ചകളൊന്നും ചെയ്യാറില്ല. അപ്പൊ ഇവളിങ്ങനെ ഒരു വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അവളുടെ അസിസ്റ്റന്റ് മാനേജർ പോസ്റ്റ് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാര്യം ഞാൻ നോക്കിക്കോളാന്നും പറഞ്ഞിട്ട് അവൾ വേഗം ആ സ്ത്രീയുടെ അടുത്തേക്ക് തന്നെ പോവാണ്. അങ്ങനെ അവൾ ആ സ്ത്രീയുടെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങി. നോക്ക് മിസ്സിസ് ഗാനുഷ്, എന്നോട് നിങ്ങൾ ക്ഷമിക്കണം. ഇനി ഒരു തവണ കൂടെ സമയം നീട്ടുന്ന കാര്യം നടക്കത്തില്ല. ഇത് ബാങ്കിന്റെ തീരുമാനമാണ്. നിങ്ങളുടെ വീട് ജപ്തി ചെയ്യാന്നല്ലാതെ ഞങ്ങളുടെ മുന്നിൽ മറ്റൊരു മാർഗവുമില്ല എന്നൊക്കെയാണ് അവൾ പറയുന്നത്. ഈ സമയം ആ ലേഡി ആണെന്നുണ്ടെങ്കിൽ അവളുടെ അടുത്ത് വീണ്ടും അപേക്ഷിക്കാൻ തുടങ്ങി. ഞാൻ വളരെ അഭിമാനമുള്ള ഒരു സ്ത്രീയാണ്. ഞാൻ ഇന്ന് വരെ ഒരാളുടെ മുമ്പിലും ഒന്നിനു വേണ്ടിയിട്ട് യാചിച്ചിട്ടില്ല. ഇപ്പൊ നിങ്ങളോട് ഞാൻ യാചിക്കുകയാണ്. എനിക്ക് എന്റെ വീട് തിരിച്ചു വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അവരവളുടെ കാല് പിടിക്കാൻ തുടങ്ങി. അത് കണ്ട ഉടനെ തന്നെ ക്രിസ്റ്റീനയാണെങ്കിൽ പുറകിലേക്ക് മാറുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ആ ലേഡി ആണെങ്കിൽ മൂക്കും കുത്തി താഴേക്ക് വീഴുന്നു. ആ ശബ്ദം കേട്ട് അവിടെയുള്ള ആളുകളൊക്കെ ആ ലേഡിക്ക് ചുറ്റും കൂടിയിട്ടുണ്ട്. ആ ലേഡിയെ സംബന്ധിച്ചിട്ട് അവർക്കത് വല്ലാത്തൊരു നാണക്കേടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ശരിക്കും ദേഷ്യം വരാൻ തുടങ്ങി. നീ എന്നെ നാണം കെടുത്തിയല്ലേ? എന്റെ വീടിന് വേണ്ടി ഞാൻ നിന്നോട് യാചിക്കല്ലേ ചെയ്തിട്ടുള്ളൂ, അതിന് നീ എന്നെ നാണം കെടുത്താണല്ലേ ചെയ്തത് എന്നൊക്കെയാണ് അവരിങ്ങനെ പറയുന്നത്. എന്നാൽ അതൊക്കെ കേൾക്കുമ്പോൾ അവിടുത്തെ സെക്യൂരിറ്റീസ് ആണെന്നുണ്ടെങ്കിൽ ആ ലേഡിയെ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോകാൻ തുടങ്ങി. അതെല്ലാം കാണുമ്പോൾ, നോക്ക് മിസ്സിസ് ഗാനുഷ്, എനിക്കൊരു കാര്യം പറയേണ്ടതെന്ന് പറഞ്ഞിട്ട് അവൾ അവരുടെ അടുത്തേക്ക് വരാൻ തുടങ്ങി. എന്നാൽ ആ ലേഡി അതിന് പ്രതികരിച്ചത് വളരെ ഭീകരമായിട്ടായിരുന്നു. പെട്ടെന്ന് അവർ അലറിക്കൊണ്ട് അവളുടെ കഴുത്തിന് നേരെയാണ് വരുന്നത്. എന്നാൽ സെക്യൂരിറ്റീസ് ആണെന്നുണ്ടെങ്കിൽ ബലമായിട്ട് തന്നെ അവരവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോവാണ്. ക്രിസ്റ്റീന ഇതെല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് ജാക്സ് അങ്ങോട്ട് വരുന്നത്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. നിനക്ക് കുഴപ്പമൊന്നും പറ്റിയില്ലല്ലോ, എന്തായാലും നീ എടുത്ത തീരുമാനം നല്ലതായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പോവാണ്. ഈ സമയം നോക്കുമ്പോൾ ആ ലേഡി ആണെന്നുണ്ടെങ്കിൽ അവരുടെ കാറിന്റെ അടുത്താണ് നിൽക്കുന്നത്. അവരവിടെ നിന്നിട്ട് വല്ലാതെ ചുമക്കുന്നുണ്ട്. വളരെ സങ്കടത്തോടെ അത് തന്നെ നോക്കി നിൽക്കുകയാണ് അവള്. അവളൊന്ന് മനസ്സ് വെച്ചിരുന്നെങ്കിൽ അവരുടെ ആ ജപ്തി നടപടി ഒഴിവാക്കാമായിരുന്നു എന്ന കാര്യം അവൾക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ അവളുടെ പ്രൊമോഷനെ സംബന്ധിച്ച കാര്യമായതുകൊണ്ടാണ് അവൾക്ക് അങ്ങനെ ഒരു കടുത്ത തീരുമാനം എടുക്കേണ്ടത്. ആ ഒരു വിഷമവും അവളെ വല്ലാതെ അലട്ടുന്നുണ്ട്. അങ്ങനെ ബാങ്ക് ഒക്കെ ക്ലോസ് ചെയ്യുന്ന സമയമായി. ഈ സമയത്താണ് ജാക്സ് വീണ്ടും അവളെ കാണാൻ വരുന്നത്. ഇവളുടെ ഈ പ്രൊമോഷൻ സമയമായതുകൊണ്ട് തന്നെ വലിയൊരു എമൗണ്ടിനുള്ള ലോണും കൂടെ അവൾ ആ ബാങ്കിന് വേണ്ടി പിടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന്റെ പേപ്പർ എടുത്തിട്ടാണ് ജാക്സ് ഇപ്പൊ അങ്ങോട്ട് വന്നിരിക്കുന്നത്. നീ വളരെ നന്നായിട്ട് തന്നെ ഈ ലോണിന്റെ കാര്യം കൈകാര്യം ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇനിയും കുറച്ചുകൂടെ വർക്ക് ബാക്കിയുണ്ട്. ഇതെന്ന് നീ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് ആ വർക്കൊക്കെ ഒന്ന് തീർത്തു തരാൻ പറ്റുമോ? നാളെ എനിക്കിത് റീജിയണൽ ഓഫീസിൽ കാണിക്കാനുള്ളതാണ്. ഇന്ന് തന്നെ ഇതൊക്കെ നിനക്ക് കംപ്ലീറ്റ് ചെയ്തൂടെ എന്നൊക്കെയാണ് അയാൾ ചോദിക്കുന്നത്. അതിനെന്താ സാർ, തീർച്ചയായിട്ടും ഇന്ന് തന്നെ ഞാൻ കംപ്ലീറ്റ് ചെയ്തു തരാം എന്ന് പറഞ്ഞിട്ട് അവൾ ആ പേപ്പേഴ്സ് ഒക്കെ വാങ്ങി വെക്കുകയാണ്. അത് അയാളെ ശരിക്കും അങ്ങോട്ട് ഇംപ്രസ് ചെയ്തു. അതുകൊണ്ട് തന്നെ അവൾക്ക് നല്ല രീതിയിൽ സന്തോഷമാവുന്ന ഒരു കാര്യം കൂടെ അയാൾ പറയുന്നുണ്ട്. ഇപ്പോഴത്തെ സ്റ്റാറ്റസ് വെച്ചിട്ട് അസിസ്റ്റന്റ് മാനേജറുടെ പോസ്റ്റ് കിട്ടാൻ പോകുന്നത് നിനക്ക് തന്നെ ആവാനാണ് സാധ്യത എന്ന് പറഞ്ഞിട്ടാണ് അയാൾ അവിടെ നിന്ന് പോകുന്നത്. അത് കേൾക്കുമ്പോൾ അവളാണെങ്കിൽ ശരിക്കും സന്തോഷിച്ചിരിക്കുകയാണ്. എന്നാൽ ഇതെല്ലാം ആ സ്റ്റൂവും കേൾക്കുന്നുണ്ട്. അവനാണെങ്കിൽ ഒരു ഞെട്ടലാണ് ഉണ്ടാവുന്നത്. അങ്ങനെ അവൾ സാധനങ്ങളൊക്കെ എടുത്തിട്ട് വീട്ടിലേക്ക് പോകാൻ വേണ്ടി അവളുടെ കാറിന്റെ അടുത്തേക്ക് നടക്കുകയാണ്. ഈ സമയം അവൾ നോക്കുമ്പോൾ ആ ലേഡിയുടെ കാറും അവിടെ തന്നെ കിടക്കുന്നുണ്ട്. ഇനി എങ്ങാനും ആ ലേഡി ഇവിടെ തന്നെ ഉണ്ടോ എന്നൊക്കെ തിരിഞ്ഞൊക്കെ നോക്കിയിട്ടാണ് അവൾ മുന്നോട്ട് നടക്കുന്നത്. അങ്ങനെ അവൾ അവളുടെ കാറിലേക്ക് കയറാൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്നൊരു ശബ്ദം കേൾക്കുന്നത്. എന്നാൽ അവൾ നോക്കുമ്പോൾ ആരെയും അവിടെ കാണുന്നില്ല. അങ്ങനെ അവൾ വണ്ടിക്കകത്തേക്ക് കയറി കഴിയുമ്പോഴാണ് ആ ലേഡിയുടെ കാറിന്റെ അടിയിൽ നിന്നും അവരുടെ തൂവാൽ എങ്ങനെ പറന്നു വരുന്നത്. അത് നേരെ അവളുടെ കാറിന്റെ അടുത്തേക്കാണ് വരുന്നത്. എന്നിട്ട് ആ കാറിനെ ചുറ്റും ഇങ്ങനെ കറങ്ങാൻ തുടങ്ങി. അത് കണ്ട് അവൾ തിരിഞ്ഞു നോക്കുമ്പോഴാണ് ആ ഞെട്ടിക്കുന്ന കാഴ്ച അവൾ കാണുന്നത്. ആ ലേഡി ഇപ്പോ അവളുടെ കാറിന്റെ പുറകിലത്തെ സീറ്റിലിരിക്കുന്നുണ്ട്. നീ എന്നെ നാണം കെടുത്തിയല്ലേ എന്ന് ചോദിച്ചിട്ട് ആ ലേഡി അവളുടെ മുടിയിൽ പിടിച്ച് വലിക്കാൻ തുടങ്ങി. ആ സ്ത്രീ ആണെങ്കിൽ അവളെ നല്ല രീതിയിൽ ഉപദ്രവിക്കുന്നുണ്ട്. അത് കാണുന്ന അവൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ഒരു സ്റ്റേപ്ലർ വെച്ചിട്ട് അവരുടെ മുഖത്ത് ഇങ്ങനെ കുത്താൻ തുടങ്ങി. എന്നാൽ ആ സ്റ്റേപ്ലർ കണ്ണ് തറച്ചിട്ട് പോലും അവരടങ്ങുന്നില്ല. അവരിങ്ങനെ വീണ്ടും വീണ്ടും അവളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം അവൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ വണ്ടി നേരെ മുന്നോട്ടെടുക്കാൻ തുടങ്ങി. അങ്ങനെ വളരെ വേഗത്തിൽ പോയ ആ വണ്ടി മുന്നിലിടിക്കുമ്പോൾ ആ ലേഡി പുറകിൽ നിന്ന് അവളുടെ മുന്നിലത്തെ സീറ്റിലേക്ക് തെറിച്ചു വീഴാണ്. അതോടൊപ്പം തന്നെ അവരുടെ വായ്ക്കകത്തിരുന്ന പല്ല് മൊത്തം താഴേക്ക് വീണു പോവാണ്. അത് വെപ്പുവല്ലായിരുന്നു.
ഈ സമയം ആ ലേഡി വീണ്ടും എഴുന്നേറ്റിട്ട് അവളെ കടിക്കാൻ തുടങ്ങി. എന്നാൽ പല്ലില്ലാത്തത് കാരണം അവൾക്കൊന്നും പറ്റുന്നില്ല. ഈ സമയം ആ ലേഡി ആണെന്നുണ്ടെങ്കിൽ താഴെ വീണ് കിടക്കുന്ന ആ പല്ലൊക്കെ എടുത്തിട്ട് അവരുടെ വായിൽ തന്നെ ഫിറ്റ് ചെയ്യാൻ തുടങ്ങി. ഈ ഒരു അവസരത്തിൽ ക്രിസ്റ്റീനയാണെന്നുണ്ടെങ്കിൽ ഒറ്റ ചവിട്ടിന് ആ ലേഡിയെ പുറത്തേക്ക് തെറിപ്പിച്ച് കളയാണ്. അതിനുശേഷം ആ വാതിലടക്കുകയും ചെയ്യുന്നു. എന്നാൽ ആ ലേഡി ആണെങ്കിൽ അവിടെ നിന്ന് പിന്മാറാൻ കൂട്ടാക്കുന്നില്ല. അവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു കല്ലെടുത്തിട്ട് അവളുടെ കാറിന്റെ ഗ്ലാസ് മൊത്തം തല്ലി പൊളിക്കുകയാണ്. അതിനുശേഷം അവളെ വലിച്ച് താഴേക്കിടുന്നു. ഒരു ഉഗ്ര രൂപിണിയായിട്ടാണ് ആ ലേഡി ഇപ്പോൾ അവളുടെ മുന്നിൽ നിൽക്കുന്നത്. ഈ സമയം ആ ലേഡി എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ക്രിസ്റ്റീനയുടെ കോട്ടിന്റെ കയ്യിൽ നിന്നും ഒരു ബട്ടൺ പറിച്ചെടുക്കുകയാണ്. അതിനുശേഷം അതിങ്ങനെ പൊക്കി പിടിച്ചിട്ട് എന്തൊക്കെയോ മന്ത്രങ്ങൾ ചൊല്ലാൻ തുടങ്ങി. ലാമിയ എന്നൊരു പേരാണ് അവർ പറയുന്നത്. അതിനുശേഷം അവളുടെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങി. നിന്റെ ദിവസങ്ങൾ എണ്ണി തുടങ്ങി മോളെ, ഇനി നീ എന്റെ അടുത്ത് വരും. ഞാൻ നിന്നോട് യാചിച്ചതിനേക്കാളും കൂടുതൽ നീ എന്റെ അടുത്ത് യാചിക്കാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് അവർ ആ ബട്ടൺ അവൾക്ക് തിരിച്ചു കൊടുക്കുകയാണ്. പിന്നീട് അവളെ കണ്ണു തുറക്കുമ്പോൾ ആ ലേഡിയെ കാണുന്നില്ല. എന്നാൽ ഒരു ഈച്ച ഇങ്ങനെ അവളിങ്ങനെ ചുറ്റി കറങ്ങുന്നുണ്ട്. അവൾക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ് അവൾ ഇൻഫോം ചെയ്തതിനെ തുറന്നിട്ട് അവിടെ പോലീസുകാരൊക്കെ വന്നിട്ടുണ്ട്. അവൾ ഉണ്ടായ കാര്യങ്ങളൊക്കെ ആ പോലീസുകാർക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ക്ലേയും അങ്ങോട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ക്ലേ ഉടനെ തന്നെ അവളെയും കൂട്ടി അവിടെ നിന്ന് നടക്കാൻ തുടങ്ങി. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, നീ ഓക്കെ അല്ലേ എന്നൊക്കെയാണ് ക്ലേ അവളുടെ അടുത്ത് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ എന്റെ മനസ്സിൽ ഒരു കാര്യം ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ഞാനൊന്ന് മനസ്സ് വെച്ചിരുന്നെങ്കിൽ ആ ലേഡിക്ക് അവരുടെ വീട് നഷ്ടപ്പെടത്തില്ലായിരുന്നു എന്നൊക്കെയാണ് അവളിങ്ങനെ പറയുന്നത്. അത് കേൾക്കുമ്പോൾ നീ എന്തിനാണ് ഇനി അതൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിക്കുന്നത്? ഇത് നിന്റെ മാത്രം കയ്യിലല്ലല്ലോ ഇരിക്കുന്നത്, ഇത് നിങ്ങളുടെ ബാങ്കിന്റെ തീരുമാനമല്ലേ, അതൊന്നും ഓർത്ത് നീ ടെൻഷൻ അടിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഇങ്ങനെ അവളെ സമാധാനിപ്പിക്കുകയാണ്. ഈ സമയത്താണ് ഒരു ശബ്ദം കേൾക്കുന്നത്. അവൾ നോക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാറ്റടിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറെ ഇലകളൊക്കെ ആ കാറ്റിൽ പെട്ട് ഇങ്ങനെ വട്ടം കറങ്ങുന്നുണ്ട്. അങ്ങനെ ആ ഇലകളൊക്കെ നേരെ പറന്നു ചെല്ലുന്നത് അവിടെയുള്ള ഒരു ബോർഡിന്റെ അടുത്തേക്കാണ്. ഒരു കൈനോട്ടക്കാരന്റെ ബിൽഡിംഗ് ആണത്. അവൾ ആ ബോർഡിലേക്ക് തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അത് കാണുമ്പോൾ നീ എന്താണ് അങ്ങോട്ട് തന്നെ നോക്കി നിൽക്കുന്നത്, നിനക്ക് എന്താ പറ്റിയത്? ക്ലേ ചോദിക്കുന്നു. അല്ല, ഞാൻ ആലോചിക്കുകയായിരുന്നു, എനിക്ക് എന്റെ ഭാവി എന്ന് അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്, നമുക്ക് ഈ കൈനോട്ടക്കാരനെ ഒന്ന് പോയി കണ്ടാലോ എന്നാണ് അവള് ചോദിക്കുന്നത്. അത് കേൾക്കുന്ന അവനാണെങ്കിൽ ചിരിയാണ് വരുന്നത്. നിനക്കെന്താ വട്ടാണോ? ഒരു സ്ത്രീ വന്നിട്ട് നിന്റെ അടുത്ത് അങ്ങനെയൊക്കെ ചെയ്തെന്ന് വിചാരിച്ചിട്ട് നീ ഉടനെ തന്നെ നിന്റെ ഭാവി അറിയാൻ പോണോ എന്നൊക്കെയാണ് അവൻ ചോദിക്കുന്നത്. മാത്രമല്ല അവൻ അതിൽ വലിയ വിശ്വാസമൊന്നും പ്രകടിപ്പിക്കുന്നില്ല. എന്നാൽ അവളാണെന്നുണ്ടെങ്കിൽ അവളുടെ ഭാവി അറിഞ്ഞേ പറ്റൂ എന്ന വാശിയിൽ തന്നെ നിൽക്കുകയാണ്. അവളിങ്ങനെ വാശി കാണിക്കുമ്പോൾ അവനാണെങ്കിൽ അതിന് സമ്മതിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവർ വേഗം തന്നെ ആ കൈനോട്ടക്കാരന്റെ വീട്ടിലേക്ക് കയറുകയാണ്. ഇയാളുടെ പേര് റാം എന്നാണ്. $60 തന്നു കഴിഞ്ഞാലേ ഞാൻ കാര്യങ്ങളൊക്കെ പറയത്തുള്ളൂ എന്നാണ് അയാൾ പറയുന്നത്. അവരാണെങ്കിൽ അതിന് സമ്മതിക്കുകയും ചെയ്യുന്നു. അങ്ങനെ റാം ഉടനെ തന്നെ അവളുടെ കൈ നോക്കാൻ തുടങ്ങി. നീ പണവുമായി ബന്ധപ്പെട്ട ജോലിയാണല്ലേ ചെയ്യുന്നത്? അതെ ശരിയാണ്, ഞാൻ ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. അവൾക്ക് അത്ഭുതമായി. നിങ്ങൾക്ക് ഈ അടുത്ത് എന്തോ നഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ? അല്ല, നഷ്ടപ്പെട്ടതല്ല, നിന്റെ കയ്യിൽ നിന്ന് എടുത്തതാണ്. കിട്ടി, നിങ്ങളുടെ കോട്ടിന്റെ ബട്ടൺ അതെവിടെ പോയി എന്നാണ് അയാൾ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ബട്ടൺ ആ സ്ത്രീയാണ് എന്റെ കയ്യിൽ നിന്ന് അത് എടുത്തത് എന്നാണ് അവള് പറയുന്നത്. ഈ സമയം റാം ആണെന്നുണ്ടെങ്കിൽ ശരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ അവിടെ തൂക്കിയിട്ടിരിക്കുന്ന ചില സാധനങ്ങളൊക്കെ ഇളകുന്നുണ്ട്. മാത്രമല്ല അപ്പുറത്ത് തൂക്കിയിട്ടിരിക്കുന്ന ഒരു ഫോട്ടോയിൽ ഇങ്ങനെ വിള്ളലുകൾ വീഴാൻ തുടങ്ങി. അതൊക്കെ കണ്ട് അവളാണെങ്കിൽ ശരിക്കും ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. അങ്ങനെ അയാൾ പതുക്കെ അവളുടെ കൈ ഉയർത്തുകയാണ്. പെട്ടെന്നാണ് അയാൾ ഒരു ഭീകര രൂപം കാണുന്നത്. അതോടൊപ്പം തന്നെ അയാൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പുറകിലേക്ക് പോവുകയും ചെയ്യുന്നു. പിന്നീട് അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തേക്ക് ഇത്രേ എനിക്ക് നോക്കാൻ പറ്റത്തുള്ളൂ, നിങ്ങളുടെ പൈസ എനിക്ക് വേണ്ട, നിങ്ങളുടെ പൈസ നിങ്ങൾ തിരിച്ചെടുത്തോ, എന്നിട്ട് വേഗം ഇവിടെ നിന്ന് പോകാൻ നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി. അത് കാണുമ്പോൾ എന്താണ് സംഭവിച്ചത്, എന്താണ് നിങ്ങൾ കണ്ടത്? അവൾ വളരെ ടെൻഷനോടെ ചോദിക്കുന്നു. നിന്റെ ശരീരത്തിൽ ഒരു ദുരാത്മാവ് കയറിക്കൂടിയിട്ടുണ്ട് എന്ന് വെച്ചാൽ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അവൾക്ക് പേടിയായി. നിങ്ങൾ ആരുടെയെങ്കിലും കുഴിമാടം സന്ദർശിച്ചപ്പോൾ അവരെ നിന്ദിക്കുകയോ ചെയ്തായിരുന്നോ? അതോ ഓജോ ബോർഡോ മറ്റോ കളിക്കെന്തെങ്കിലും ചെയ്തോ? ഇല്ല, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഇങ്ങനെയൊന്നും നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ആരോ ഒരാൾ നിന്നെ ശപിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ആ ദുരാത്മാവ് നിന്റെ ശരീരത്തിലേക്ക് കയറിക്കൂടിയത് എന്നാണ് റാം പറയുന്നത്. അതൊക്കെ കേട്ട് അവളാണെങ്കിൽ ശരിക്കും ഞെട്ടി നിൽക്കുകയാണ്. എന്നാൽ ഈ കാര്യങ്ങളൊന്നും ക്ലേക്ക് വിശ്വാസമായിട്ടില്ല. പോകുന്ന വഴിക്ക് അവൻ അയാളെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അയാൾക്കൊരു കോപ്പും അറിയത്തില്ല, കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ ഊഹിച്ച് പറയുന്നതാണ്. എന്നിട്ട് നിങ്ങളെപ്പോലുള്ള ആളുകളെ ഒന്ന് പേടിപ്പിക്കും. മനസ്സിൽ കുറെ ചോദ്യങ്ങളൊക്കെ കുത്തി നിറച്ചിട്ട് നിങ്ങളെ പറഞ്ഞു വിടുകയും ചെയ്യും. പോകുന്ന വഴിക്ക് അവരുടെ ഒരു കാർഡും തരും. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും പിന്നെയും പിന്നെ അയാളെ പോയി കാണും. അങ്ങനെ കുറെ കാശും അയാൾക്ക് സമ്പാദിക്കാൻ പറ്റും. ഇതൊക്കെ തന്നെയാണ് ഇങ്ങനെയുള്ള ആളുകളൊക്കെ ചെയ്യുന്നത് എന്നൊക്കെയാണ് ക്ലേയുടെ അഭിപ്രായം. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം അവർ രണ്ടുപേരും വീട്ടിലെത്തി. എന്നാൽ ക്ലേ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ വീട്ടിലേക്ക് വരുന്നില്ല. അവൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ 1 മണിക്കൂർ നേരത്തേക്ക് ഇവിടെ ഒന്ന് ഒറ്റയ്ക്ക് ഇരിക്കെ, നിന്റെ കാർ വർക്ക്ഷോപ്പ് കിടക്കുകയാണല്ലോ, അതിന്റെ കാര്യം എന്തായെന്ന് ഞാനൊന്ന് അന്വേഷിച്ചിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ക്ലേ അവിടെ നിന്ന് പോവാണ്. അങ്ങനെ ഇനി 1 മണിക്കൂർ നേരത്തേക്ക് അവളുടെ ഒരു പൂച്ചക്കുട്ടിയാണ് അവൾക്ക് ഇനി കൂട്ടായിട്ടുള്ളത്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം അവൾ എന്തോ കുക്ക് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് അവിടെ നിന്ന് വലിയൊരു ശബ്ദം കേൾക്കുന്നത്. അത് കേട്ട ഉടനെ തന്നെ അവൾക്ക് ശരിക്കും പേടിയാവാൻ തുടങ്ങി. ആ ശബ്ദമാണെങ്കിൽ പിന്നെയും പിന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവിടെ ആരെയും കാണുന്നില്ല. പെട്ടെന്നാണ് ആ വീട് മൊത്തത്തിൽ കുലുങ്ങുന്നത്. അതോടൊപ്പം തന്നെ അവിടുത്തെ കറണ്ട് പോവുകയും ചെയ്യുന്നു. മാത്രമല്ല അവൾ അടുക്കളയിലേക്ക് ചെന്ന് നോക്കുമ്പോൾ അവിടുത്തെ പാത്രങ്ങളെല്ലാം പരസ്പരം ഇങ്ങനെ കൂട്ടിയിടിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് സമയത്തേക്ക് അതുണ്ടായിരുന്നുള്ളൂ. അതെല്ലാം കഴിഞ്ഞപ്പോൾ അവിടെ മൊത്തത്തിൽ നിശബ്ദമായി. അവൾ പിന്നെയും അവിടെയൊക്കെ സെർച്ച് ചെയ്യാൻ തുടങ്ങി. ഈ സമയത്താണ് അവൾ വലിയൊരു നിഴല് കാണുന്നത്. ആ നിഴലിപ്പോ അവള് വീടിന് ചുറ്റും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്.
ആ നിഴലിന് ഒരു കൊമ്പൊക്കെ ഉണ്ടായിരുന്നു. ഒരു വല്ലാത്ത രൂപമായിരുന്നു അതിന്. അതൊക്കെ കണ്ട് അവൾ പേടിച്ച് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ആ നിഴൽ വന്നിട്ട് അവൾ ഇടിച്ച് തെറിപ്പിക്കുന്നത്. അങ്ങനെ അവൾ താഴേക്ക് വീണ് കഴിയുമ്പോൾ പിന്നീട് ആ നിഴലിനെ കാണുന്നില്ല. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ക്ലേ അങ്ങോട്ട് എത്തി. അവൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്ത്രീ തന്നെയായിരിക്കും ഇതിന്റെയും പുറകിൽ. ഞാൻ ഉടനെ തന്നെ പോലീസിനെ വിളിക്കാൻ പോവാണ് എന്നൊക്കെയാണ് അവനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് കേൾക്കുമ്പോൾ നിക്ക് ക്ലേ, പോലീസിനെ വിളിക്കല്ലേ, നീ വിചാരിക്കുന്ന പോലെ ഇതാ സ്ത്രീയല്ല, ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല എന്നാണ് അവള് പറയുന്നത്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം അവനൊരു ഡോക്ടർ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നു. അയാൾ അവളെ നോക്കിയതിന് ശേഷം അവന്റെ അടുത്ത് ഇപ്പം ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് നേരത്തെ അവൾക്കുണ്ടായ ഷോക്കുമായി ബന്ധപ്പെട്ടതാണ്, അതുകൊണ്ടാണ് അവൾക്ക് ഇങ്ങനെ ഹാലൂസിനേഷൻസ് ഒക്കെ തോന്നുന്നത്. ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ എല്ലാം ശരിയായിക്കോളും എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഡോക്ടർ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. ഡോക്ടർ ആ പറയുന്നൊക്കെ അവളും കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവൾക്ക് ശരിക്കും ആശ്വാസമായി. ഈ സമയം ക്ലേ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ ഒന്ന് നോർമൽ ആവണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ട്രിപ്പിന് പോകണം. എന്തായാലും ഈ വീക്കെൻഡിന് നീ റെഡി ആയിക്കോ, നമുക്ക് നിനക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്തേക്ക് തന്നെ ഒരു ട്രിപ്പ് അടിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അവളെ സമാധാനിപ്പിക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം അവർ കിടന്ന് ഉറങ്ങുകയും ചെയ്യുന്നു. ഈ സമയത്താണ് നേരത്തെ കണ്ട ഈച്ച അങ്ങോട്ട് വരുന്നത്. അതിപ്പം അവളുടെ മുഖത്തിങ്ങനെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം അത് അവളുടെ മൂക്കിന്റെ അകത്തേക്ക് കയറി പോകുന്നുണ്ട്. പക്ഷെ അവളൊന്ന് മൂക്ക് ചീറ്റുമ്പോൾ അത് വീണ്ടും പുറത്തേക്ക് വരികയാണ്. ഈ സമയം ആ ഈച്ച അവളുടെ വായ്ക്കകത്തേക്കാണ് കയറി പോകുന്നത്. അതോടൊപ്പം തന്നെ അവളാണെങ്കിൽ വല്ലാണ്ട് ചുമക്കാൻ തുടങ്ങി. പെട്ടെന്ന് അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ അവളുടെ അടുത്തായിട്ട് ആ ലേഡി കിടക്കുന്നുണ്ട്. ആ ലേഡി ഉടനെ തന്നെ അവളുടെ മുഖത്തേക്ക് ഛർദ്ദിക്കുകയാണ്. ചെറിയ കുറെ പുഴുക്കളെയാണ് ആ ലേഡി അവളുടെ മുഖത്തേക്ക് ഛർദ്ദിക്കുന്നത്. അതോടൊപ്പം തന്നെ അവൾ അവിടെ നിന്ന് ചാടി എഴുന്നേൽക്കുകയും ചെയ്യുന്നു. അത് അവള് കണ്ടൊരു സ്വപ്നമായിരുന്നു. പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. അവള് സ്വപ്നം കണ്ടതാണ് എന്ന കാര്യം ക്ലേക്കും മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവൻ അവളെ ഇങ്ങനെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം അവൾ അവളുടെ ബാങ്കിലേക്ക് എത്തി. അവൾ അവളുടെ സീറ്റിൽ ചെന്നിരിക്കുമ്പോഴാണ് ആ സ്റ്റൂ അങ്ങോട്ട് വരുന്നത്. ആ ലോണിന്റെ കാര്യങ്ങളൊക്കെ അവന് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി നേരത്തെ മാനേജർ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതിനു വേണ്ടിയിട്ടാണ് അവനിപ്പോൾ അങ്ങോട്ട് വന്നിരിക്കുന്നത്. അങ്ങനെ അവൾ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ അവന്റെ അടുത്ത് പറയുമ്പോൾ അവൻ അവന്റെ വിരൽ വെച്ചിട്ട് അവളുടെ ടേബിളിൽ ഇങ്ങനെ മുട്ടുന്നുണ്ട്. എന്നാൽ ആ വിരൽ കാണുമ്പോൾ അത് ആ സ്ത്രീയുടെ വിരലായിട്ടാണ് അവൾക്ക് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവൾക്ക് വല്ലാതെ ഭ്രാന്ത് പിടിക്കാൻ തുടങ്ങി. പെട്ടെന്ന് അവൾ ചാടി എഴുന്നേറ്റിട്ട് മര്യാദയ്ക്ക് ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോ എന്നൊക്കെ പറഞ്ഞിട്ട് അവന്റെ അടുത്ത് അലറാൻ തുടങ്ങി. അതേക്കുന്ന സ്റ്റൂ ആണെന്നുണ്ടെങ്കിൽ പേടിച്ച് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയും ചെയ്യുന്നു. ഈ സമയത്താണ് അവൾക്കൊരു കോള് വരുന്നത്. അവൾ ആ ഫോൺ എടുക്കുമ്പോൾ എന്താണ് സംഭവം എന്ന് ചോദിക്കാൻ വേണ്ടി അവളുടെ മാനേജർ അങ്ങോട്ട് വരുന്നുണ്ട്. അതിനിടയിലാണ് അവളുടെ മൂക്കിൽ നിന്ന് ചോര വരുന്നത്. ആ കാര്യം മാനേജറാണ് അവളുടെ അടുത്ത് പറയുന്നത്. പക്ഷെ എന്താണ് സംഭവം എന്ന് അവൾക്കും മനസ്സിലാവുന്നില്ല. പെട്ടെന്നാണ് അവൾ വല്ലാതെ ചോര ഛർദ്ദിക്കുന്നത്. ആ ചോര മൊത്തം അവളുടെ മാനേജറുടെ മേത്തേക്കാണ് ഇങ്ങനെ ചീറ്റിക്കൊണ്ടിരിക്കുന്നത്. ഈ സമയം അവളാണെന്നുണ്ടെങ്കിൽ കരഞ്ഞോണ്ട് അവിടെ നിന്ന് ഓടിപ്പോവുകയും ചെയ്യുന്നു. അങ്ങനെ അവൾ അവിടെ നിന്ന് പോയി കഴിയുമ്പോഴാണ് ആ സ്റ്റൂ നൈസായിട്ട് ഒരു കാര്യം ഒപ്പിക്കുന്നത്. അവൾ അവസാനമായിട്ട് സെറ്റപ്പാക്കി കൊടുത്ത ആ ലോണിന്റെ പേപ്പേഴ്സ് ഉണ്ടല്ലോ, അവൻ അത് അവിടെ നിന്ന് അടിച്ചു മാറ്റുകയാണ്. അങ്ങനെ ക്രിസ്റ്റീന നേരെ പോകുന്നത് ആ ലേഡിയുടെ വീട്ടിലേക്കാണ്. അവര് ശപിച്ചത് കൊണ്ടാണല്ലോ അവൾക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ അടുത്ത് പോയിട്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് അവൾ ഇപ്പം അങ്ങോട്ട് ചെന്നിരിക്കുന്നത്. എന്നാൽ അവിടുത്തെ വാതിൽ മുട്ടുമ്പോൾ ആ ലേഡി അല്ല വാതിൽ ഓർക്കുന്നത്, ആ ലേഡിയുടെ കൊച്ചുമകളാണ്. ക്രിസ്റ്റീനെ കണ്ടപ്പോൾ തന്നെ ആ പെണ്ണിന് ആളെ പിടികിട്ടി. നീ വരുമെന്ന് എന്റെ അമ്മൂമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തായാലും അധികം സമയം എടുത്തില്ലല്ലോ എന്നാണ് അവള് പറയുന്നത്. അത് കേൾക്കുമ്പോൾ, നോക്കൂ മിസ്, എനിക്ക് അത്യാവശ്യമായിട്ട് നിങ്ങളുടെ അമ്മൂമ്മയൊന്ന് കാണണം. അവര് കാരണമാണ് എനിക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ വേണമെന്നുണ്ടെങ്കിൽ അവരുടെ നഷ്ടപ്പെട്ട വീട് അവർക്ക് തിരിച്ചു കൊടുത്തോളാം. എന്റെ പ്രശ്നങ്ങളൊന്ന് സോൾവ് ചെയ്യാൻ അവരുടെ അടുത്ത് പറയണം എന്നൊക്കെയാണ് അവളിങ്ങനെ പറയുന്നത്. അത് കേൾക്കുമ്പോൾ, എന്നാൽ നീ അകത്തേക്ക് വാന്നും പറഞ്ഞിട്ട് ആ പെണ്ണാണെന്നുണ്ടെങ്കിൽ ക്രിസ്റ്റീനെയും വിളിച്ചിട്ട് അവളുടെ വീട്ടിനകത്തേക്ക് പോവാണ്. എന്നാൽ വീട്ടിന്റെ അകത്തെത്തി കഴിയുമ്പോഴാണ് ആ ഞെട്ടിക്കുന്ന കാഴ്ച അവൾ കാണുന്നത്. ആ ലേഡി ഇപ്പം മരിച്ചിരിക്കുകയാണ്. അതിന്റെ ഒരു ഫംഗ്ഷനാണ് അവിടെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ സ്ത്രീയുടെ ബോഡി അവിടെ കിടത്തിയിട്ടുണ്ട്. പെട്ടെന്നാണ് അവളുടെ ശരീരം തട്ടി ആ ടേബിളിന്റെ കാല് പൊട്ടി പോകുന്നത്. അതോടൊപ്പം തന്നെ ആ സ്ത്രീയുടെ ബോഡി ആണെങ്കിൽ അവളുടെ ദേഹത്തേക്കാണ് ചെന്ന് വീഴുന്നത്. എന്നിട്ട് അവരുടെ വായിൽ നിന്നും എന്തൊക്കെ ഫ്ലൂയിഡ് ഒക്കെ അവളുടെ മേത്തേക്ക് ആവുന്നുണ്ട്. അത് കണ്ട ഉടനെ തന്നെ ബാക്കിയുള്ളവരാണെങ്കിൽ ആ സ്ത്രീയുടെ ബോഡി എടുത്ത് മാറ്റിവെക്കുകയാണ്. ഈ സമയം ആ ലേഡിയുടെ കൊച്ചുമകൾ അങ്ങോട്ട് വന്നിട്ട് ക്രിസ്റ്റീനയുടെ അടുത്ത് കാര്യങ്ങൾ പറയാൻ തുടങ്ങി. നീ അർഹിക്കുന്നത് തന്നെയാണ് നീ ഇനി അനുഭവിക്കാൻ പോകുന്നത് എന്നാണ് അവൾ പറയുന്നത്. ഈ സമയം ക്രിസ്റ്റീനെ നോക്കുമ്പോൾ ആ സ്ത്രീ ആണെങ്കിൽ ഇപ്പൊ മരിച്ചിട്ടും അവളെ തന്നെയാണ് തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവൾ നേരെ പോകുന്നത് ആ റാമിനെ കാണാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഉണ്ടായ കാര്യങ്ങളൊക്കെ അയാളുടെ അടുത്ത് പറയാണ്. അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ ബാധിച്ചിരിക്കുന്നത് ലാമിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാണ് അയാൾ പറയുന്നത്. അതെ, ലാമിയ തന്നെ. ആ സ്ത്രീ എന്നെ ശപിച്ചപ്പോ അങ്ങനെ ഒരു പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൾ മറുപടി പറയുന്നു. ഈ സമയം എന്താണ് ലാമിയ എന്നൊക്കെ റാം എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങി. ഈ ജിപ്സികൾ അവരുടെ ക്ഷുദ്ര കർമ്മങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഒരു കറുത്ത ആടിനെ വിളിക്കും. അതാണ് ലാമിയ. ശാപം കിട്ടിക്കഴിഞ്ഞാൽ ആദ്യത്തെ 3 ദിവസങ്ങൾ ലാമിയ ഒരു ദുരാത്മാവായി വന്നിട്ട് ഇരയെ എങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കും. അത് കഴിഞ്ഞ് ലാമിയ തന്റെ യഥാർത്ഥ രൂപത്തിൽ ആ ശപിക്കപ്പെട്ട വസ്തുവിന്റെ ഉടമയെ കൊണ്ടുപോകാൻ വരും എന്നാണ് അയാൾ പറയുന്നത്. അത് കേൾക്കുമ്പോൾ, ശപിക്കപ്പെട്ട വസ്തുവോ? അതെന്താണ്? അത് ഇരയിൽ നിന്ന് ശപിച്ചിട്ട് തിരിച്ചു കൊടുക്കുന്ന ഒരു വസ്തുവാണ്. നിന്റെ കയ്യിൽ നിന്നും ആ സ്ത്രീ ഒരു ബട്ടൺ എടുത്തിട്ടില്ലായിരുന്നു, അതാണ് ശപിക്കപ്പെട്ട വസ്തു. അതിന്റെ ഉടമയെ തേടിയിട്ടാണ് ആ ലാമിയ വരിക. അങ്ങനെയാണെങ്കിൽ ഈ ബട്ടൺ ഞാൻ കത്തിച്ചു കളഞ്ഞാലോ? അവൾ വീണ്ടും ചോദിക്കുന്നു. അതിപ്പോ ബട്ടൺ ഏത് കണ്ടീഷനിലായാലും അതിന്റെ ഉടമസ്ഥ നിങ്ങൾ തന്നെയല്ലേ? അതുകൊണ്ട് ഇത് കത്തിച്ചു കളഞ്ഞാലും നിങ്ങളെ കൊണ്ടുപോകാൻ ഉറപ്പായിട്ടും ആ ലാമിയ വരും. ഈ കൊണ്ടുപോകാൻ വരും നിങ്ങൾ പറയുന്നുണ്ടല്ലോ, എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? അവൾ വീണ്ടും ചോദിക്കുന്നു. നരകത്തിലേക്കാണ് ലാമിയ കൊണ്ടുപോവുക എന്നാണ് അയാൾ ഇതിന് മറുപടി പറയുന്നത്.
അപ്പൊ പിന്നെ എങ്ങനെ എനിക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും? അവൾ പേടിയോടെ വീണ്ടും ചോദിക്കുകയാണ്. അതിനി ഞാൻ നോക്കിയിട്ട് ഒരൊറ്റ വഴിയേ കാണുന്നുള്ളൂ. നീ എങ്ങനെയെങ്കിലും ആ ലാമിയെ പ്രസാദിപ്പിക്കണം. അതിനേതെങ്കിലും ചെറിയ ജീവികളെ നീ ബലി കൊടുത്തേ പറ്റൂ എന്നാണ് അയാൾ പറയുന്നത്. ബലി കൊടുക്കാനോ? ഒന്നാമത് ഞാനൊരു വെജിറ്റേറിയൻ ആണ്, പിന്നെ ഇങ്ങനെയുള്ള ജീവികളെ കൊല്ലുന്നൊന്നും എനിക്ക് ഇഷ്ടമല്ല എന്നാണ് അവൾ പറയുന്നത്. അങ്ങനെ ചെയ്തേ പറ്റൂ ക്രിസ്റ്റീന. അങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിനക്ക് ഇതിൽ നിന്ന് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റത്തില്ല. ഇനി ആകെ 3 ദിവസമേ ഉള്ളൂ. ബലി കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്ന് ഈ പുസ്തകത്തിൽ വിവരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അയാൾ അവൾക്കൊരു പുസ്തകം എടുത്തു കൊടുക്കുകയാണ്. അങ്ങനെ അവൾ വീട്ടിൽ ചെന്നിട്ട് ആ പുസ്തകമൊക്കെ മറിച്ചു നോക്കാൻ തുടങ്ങി. പക്ഷെ എന്ത് പ്രശ്നത്തിലാണെങ്കിലും ഒരു ജീവിയെ കൊല്ലാനൊന്നും അവളെ കൊണ്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുമ്പോഴാണ് വീണ്ടും ഒരു ശബ്ദം അവിടെ കേൾക്കുന്നത്. അത് ആ ലാമിയായിരുന്നു. അതിങ്ങനെ അവളുടെ വീടിന് ചുറ്റും ഓടിക്കൊണ്ടിരിക്കുകയാണ്. അത് കണ്ട ഉടനെ തന്നെ അവളാണെങ്കിൽ നേരെ വീടിന് മുകളിലേക്കാണ് പോകുന്നത്. ഈ സമയം ലാമി ആ പടി കയറി വരാൻ തുടങ്ങി. അത് കണ്ട ഉടനെ തന്നെ അവൾ വാതിലടയ്ക്കുകയാണ്. എന്നാൽ പെട്ടെന്നാണ് ലാമി അവളുടെ ജനലും പൊളിച്ചുകൊണ്ട് അകത്തേക്ക് കയറുന്നത്. അതിനുശേഷം അവളെ തൂക്കിയെടുത്ത് ഇങ്ങനെ വട്ടം കറക്കാൻ തുടങ്ങി. അവൾ നല്ല രീതിയിൽ നിലവിളിക്കുന്നുണ്ട്. പക്ഷെ അവളുടെ ആ നിലവിളിയൊന്നും കേൾക്കാൻ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ച് സമയം അങ്ങനെ കറക്കിയതിനു ശേഷം അവളെ താഴേക്ക് വലിച്ചെറിഞ്ഞിട്ട് ലാമി അവിടെ നിന്ന് അപ്രത്യക്ഷമാവാണ്. ഈ ഒരു സംഭവം കൂടെ ആയപ്പോൾ അവൾ അതങ്ങോട്ട് തീരുമാനിച്ചു, എന്തായാലും ബലി കൊടുക്കണം. അതിനുവേണ്ടി അവൾ കണ്ടെത്തിയത് അവളുടെ തന്നെ പൂച്ചയാണ്. അവൾ ഉടനെ തന്നെ ഒരു കത്തി വെച്ച് അതിനെ കുത്തിക്കൊല്ലാണ്. എന്നിട്ട് അതിനെ കുഴിച്ചിട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ക്ലേ അങ്ങോട്ട് വരുന്നത്. ഇന്ന് അവന്റെ വീട്ടിൽ അവനൊരു ഡിന്നർ പാർട്ടി നടത്തുന്നുണ്ട്. അതിനെ വിളിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ അങ്ങോട്ട് വന്നിരിക്കുന്നത്. പക്ഷെ അവൾ വല്ലാത്തൊരവസ്ഥയിലായതുകൊണ്ട് തന്നെ നിന്റെ ഈ അവസ്ഥയിൽ ഇന്ന് നിന്നെ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നില്ല, നമുക്ക് പിന്നെ ഒരു ദിവസം ആക്കാം എന്നാണ് അവൻ പറയുന്നത്. വേണ്ട വേണ്ട വേണ്ട, ഇന്ന് തന്നെ പോവാം. എനിക്കിന്ന് നിന്റെ വീട്ടിൽ വരണം. പിന്നെ എന്റെ അവസ്ഥയൊന്നും നീ നോക്കണ്ട, എന്റെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയിട്ടുണ്ട്. ഞാനിപ്പോൾ വളരെ സന്തോഷവതിയാണ് എന്നാണ് അവൾ പറയുന്നത്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം അവൻ അവളെയും വിളിച്ചുകൊണ്ട് നേരെ പോകുന്നത് അവന്റെ വീട്ടിലേക്കാണ്. ഈ ഒരു അവസരത്തിലാണ് അവന്റെ അച്ഛനും അമ്മയും അവളെ ആദ്യമായിട്ട് കാണുന്നത്. അങ്ങനെ പരിചയപ്പെടലിനൊക്കെ ശേഷം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവൾ ഒരു ശബ്ദം കേൾക്കുന്നത്. എന്നാൽ ബാക്കിയുള്ളവരാരും ആ ശബ്ദം കേൾക്കുന്നില്ല. ഈ സമയം അവൾ അവിടുത്തെ കേക്ക് എടുത്ത് കഴിക്കാൻ തുടങ്ങുമ്പോഴാണ് അതിനകത്തൊരു ഇളക്കം കാണുന്നത്. അവൾ നോക്കുമ്പോൾ ആ കേക്കിനകത്ത് ഒരു കണ്ണ് കാണുന്നുണ്ട്. അത് കണ്ട ഉടനെ തന്നെ അവൾ ഒരു ഫോർക്ക് വെച്ചിട്ട് ആ കണ്ണിനൊരു കുത്തു കൊടുക്കുകയാണ്. അതോടൊപ്പം തന്നെ അത് പൊട്ടി അവിടെ മൊത്തം ചോര സ്പ്രെഡ് ആവാൻ തുടങ്ങി. എന്നാൽ ഈ കാര്യമൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. ഈ സമയം അവൾ ആ ഫോർക്ക് വലിച്ചെടുക്കാൻ തുടങ്ങുമ്പോൾ ആ കേക്ക് ആണെങ്കിൽ ആ ഫോർക്ക് അങ്ങോട്ട് വിഴുങ്ങിക്കളയാണ്. പിന്നീട് നോക്കുമ്പോൾ ആ കേക്കിന് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അവൾ അത് കഴിക്കാൻ തുടങ്ങി. ഈ സമയത്താണ് അവൾ വല്ലാണ്ട് ചുമക്കുന്നത്. അതോടൊപ്പം തന്നെ അവളുടെ വായ്ക്കകത്തു നിന്നും ആ ഈച്ച വെളിയിലേക്ക് പോവാണ്. അതൊക്കെ കണ്ട് ബാക്കിയുള്ളവർക്കൊക്കെ അരോചകമായിട്ടാണ് അത് ഫീൽ ചെയ്യുന്നത്. ഈ സമയം വീണ്ടും എന്തൊക്കെയോ ശബ്ദം കേൾക്കാൻ തുടങ്ങി. അവിടെയുള്ള വാതിലിൽ ആരോ ശക്തിയായിട്ട് ഇങ്ങനെ മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഭ്രാന്ത് പിടിച്ച രീതിയിലാണ് അവൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അത് കാണുന്ന ക്ലേ ആണെങ്കിൽ വളരെ കഷ്ടപ്പെട്ടാണ് അവളെ സമാധാനിപ്പിക്കുന്നത്. ഈ സമയം ഇനി ഞാൻ ഇവിടെ നിന്നാൽ ശരിയാവത്തില്ല എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്യുന്നു. അങ്ങനെ അവൾ നേരെ പോകുന്നത് ആ റാമിനെ കാണാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം അവൾ അവന്റെ അടുത്ത് വല്ലാതെ ഷൗട്ട് ചെയ്യാൻ തുടങ്ങി. നിങ്ങൾ പറഞ്ഞതനുസരിച്ചിട്ടാണ് ആ പൂച്ചക്കുഞ്ഞിനെ ഞാൻ കൊന്നത്, എന്നിട്ടും ഈ ശാപം എന്നെ വിട്ടു പോകുന്നില്ലല്ലോ എന്നൊക്കെയാണ് അവളിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കേൾക്കുമ്പോൾ വളരെ അപകടകാരികളും തന്ത്രശാലികളുമായ ശക്തികളോടാണ് നമ്മൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്നതിനൊന്നും ഒരു ഗ്യാരണ്ടിയും ഇല്ല. ഇനിയിപ്പോൾ ഈ ബലി കൊടുക്കുന്ന കാര്യം ഫെയിൽ ആയതുകൊണ്ട് ഇനി എന്റെ മുന്നിൽ ഒറ്റ വഴിയേ ഉള്ളൂ. ഈ ദുരാത്മാവിനോട് നമുക്ക് നേരിട്ട് സംസാരിക്കണം. എന്നിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ ആത്മാവിനെ കൊണ്ടുപോകുന്നതിൽ നിന്നും അതിനെ പിന്തിരിപ്പിക്കണം. അങ്ങനെ ആ ആത്മാവിനോട് സംസാരിക്കാൻ പറ്റുന്ന ഒരാളെ എനിക്കറിയാം. നാളെയാണ് 3ാമത്തെ ദിവസം. അതും കൂടെ കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ടുപോകാൻ ലാമിയ ഉറപ്പായിട്ടും വരും. അത് നമുക്ക് അനുവദിച്ചുകൂടാ. പക്ഷെ വേറൊരു പ്രശ്നമുണ്ട്. നമ്മൾ സഹായം ചോദിക്കാൻ പോകുന്നത് ഒരു സ്ത്രീയുടെ അടുത്താണ്. അവർക്ക് അവരെ സ്വയം അപകടത്തിലാക്കിയിട്ടേ ഇത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നല്ലൊരു എമൗണ്ട് അവർക്ക് കൊടുക്കേണ്ടി വരും എന്നൊക്കെയാണ് റാം ഇപ്പോൾ അവളുടെ അടുത്ത് പറയുന്നത്. മറ്റൊരു നിവൃത്തിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഓക്കെ പറയാന്നല്ലാതെ അവളുടെ മുന്നിൽ വേറൊരു വഴിയുമില്ല. അങ്ങനെ ക്രിസ്റ്റീന നേരെ പോകുന്നത് അവളുടെ ബാങ്കിലേക്കാണ്. അതിനുശേഷം മാനേജറുടെ അടുത്ത് കാര്യങ്ങൾ പറയാൻ തുടങ്ങി. എന്തായാലും കുറച്ച് ദിവസത്തിനുള്ളിൽ നിങ്ങൾ എനിക്ക് പ്രൊമോഷൻ തരും. അപ്പൊ പിന്നെ എന്റെ സാലറിയും കൂടും. ആ സാലറി എനിക്കൊന്ന് അഡ്വാൻസ് വേണം. എനിക്കൊരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടിയിട്ടാണ് എന്നൊക്കെയാണ് അവളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതേക്കുമ്പോൾ പ്രൊമോഷന്റെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ, നീ അവസാനം റെഡിയാക്കിയ ആ വലിയ കമ്പനിയുടെ ലോൺ ഉണ്ടല്ലോ, അത് അവരിപ്പോ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. അതിന് പകരം ആ സ്റ്റൂ ആണെങ്കിൽ വേറൊരു കമ്പനിക്ക് വേണ്ടി ഒരു ലോൺ പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റൂവിനെ അസിസ്റ്റന്റ് മാനേജർ ആക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് എന്നൊക്കെയാണ് ജാക്സ് പറയുന്നത്. അത് കേൾക്കുന്ന ക്രിസ്റ്റീനയാണെങ്കിൽ വളരെ സങ്കടത്തോടെയാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. ഇനിയിപ്പോൾ അവൾക്ക് അത്രയും പൈസ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ വീട്ടിലെ കുറെ സാധനങ്ങൾ കൊണ്ട് വിറ്റേ പറ്റൂ. അങ്ങനെ കുറെ സാധനങ്ങൾ അവൾ എടുത്തൊരു പെട്ടിയിൽ നിറയ്ക്കാൻ തുടങ്ങി. അതിനിടയിലാണ് ആ ലേഡി പെട്ടെന്ന് അവളെ അറ്റാക്ക് ചെയ്യാൻ വരുന്നത്. കുറെ നേരം ഇവർ തമ്മിലുള്ള ഈ ഫൈറ്റ് നടക്കുന്നുണ്ട്. ഈ സമയത്താണ് അവൾ മേലെ കെട്ടി തൂക്കിയിട്ടിരിക്കുന്ന ഒരു ഇരുമ്പിന്റെ സാധനം കാണുന്നത്. അവൾ ആ കയറങ്ങോട്ട് അറുത്തു മാറ്റാണ്. അതോടൊപ്പം തന്നെ ആ സാധനം ആ ലേഡിയുടെ തലയിലേക്ക് വന്ന് വീഴുകയും ചെയ്യുന്നു. അങ്ങനെ ആ ലേഡി പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് അപ്രത്യക്ഷമാവാണ്. അങ്ങനെ അവൾ അവിടുന്ന് കളക്ട് ചെയ്ത സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഒരു കടയിലേക്കാണ് നേരെ പോകുന്നത്. പക്ഷെ അവൾക്ക് വേണ്ടതിന്റെ 1/3 പൈസ പോലും അവൾക്ക് കിട്ടുന്നില്ല. അങ്ങനെ കിട്ടിയ പൈസയുമായിട്ട് അവൾ തിരിച്ച് വീട്ടിലേക്ക് എത്തി. ഇനി ബാക്കി പൈസക്ക് എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ചിട്ട് വളരെ സങ്കടത്തോടെ ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവളുടെ ബോയ് ഫ്രണ്ട് അങ്ങോട്ട് വരുന്നത്. അവൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആ റാമിനെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു, നിനക്ക് വേണ്ട പൈസയൊക്കെ ഞാൻ കൊടുത്തു. എനിക്ക് ഈ കാര്യത്തിലൊന്നും വിശ്വാസമില്ലെങ്കിലും നീ വിശ്വസിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് എനിക്കും വിശ്വസിച്ചേ പറ്റൂ.
പറ്റൂ. കാരണം നിന്നെ പ്രണയിക്കാൻ തീരുമാനിച്ച ആ ദിവസം ഞാൻ എനിക്ക് തന്നെ ഒരു പ്രോമിസ് കൊടുത്തിട്ടുണ്ടായിരുന്നു, എന്ത് വന്നാലും നിന്നെ സംരക്ഷിക്കുമെന്ന്. അതുകൊണ്ട് നീ ടെൻഷൻ അടിക്കണ്ട, എല്ലാത്തിനും ഞാൻ നിന്റെ കൂടെ തന്നെയുണ്ട് എന്നൊക്കെയാണ് അവൻ പറയുന്നത്. അതെല്ലാം കേട്ട് വളരെ സന്തോഷത്തിലിരിക്കുകയാണ് അവൾ. അങ്ങനെ ക്ലേ അവളെയും കൂട്ടി നേരെ പോകുന്നത് ആ റാം പറഞ്ഞ സ്ത്രീയുടെ വീട്ടിലേക്കാണ്. അത് നമ്മൾ ഈ സിനിമയുടെ തുടക്കത്തിൽ കണ്ട ഷോൺ സാന്റന എന്ന ലേഡിയായിരുന്നു. അവര് പറഞ്ഞിരിക്കുന്നത് അവളോട് ഒറ്റയ്ക്ക് അങ്ങോട്ട് വരാനാണ്. അതുകൊണ്ട് തന്നെ അവൻ അവിടെ കാറിൽ ഇരുത്തിയിട്ടാണ് അവൾ അകത്തേക്ക് പോകുന്നത്. ഈ സമയം ആ റാമും ആ ലേഡിയുടെ കൂടെ തന്നെ ഉണ്ട്. അങ്ങനെ പരിചയപ്പെടലൊക്കെ കഴിഞ്ഞിട്ട് ആ ലേഡി അവളുടെ അടുത്ത് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. എനിക്ക് ആത്മാക്കളോട് സംസാരിക്കാൻ സാധിക്കും. അതിനേക്കാൾ ഉപരി നീ പേടിക്കുന്ന ഈ ലാമിയെ ഞാൻ മുൻപും കണ്ടിട്ടുണ്ട്. 40 വർഷങ്ങൾക്ക് മുമ്പ് ഈ വീട്ടിൽ വെച്ചിട്ട് തന്നെയാണ് ഞാൻ കണ്ടത്. പക്ഷെ അന്ന് എനിക്ക് അതിനെ തളയ്ക്കാൻ പറ്റിയില്ല. എന്നെ ജയിച്ച് അതൊരു ചെറിയ കുട്ടിയുടെ ആത്മാവുമായിട്ട് പോയി. പക്ഷെ ആ ദുരാത്മാവിനെ നശിപ്പിച്ചേ തരൂ. അതിനുവേണ്ടി ഒരവസരം നോക്കിയിരിക്കുകയായിരുന്നു ഞാൻ. ഇനിയിപ്പം നിന്നെ വെച്ചാണ് ആ ആത്മാവിനെ ഞാൻ തളയ്ക്കാൻ പോകുന്നത്. അതിന് നീ എന്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കണം എന്നൊക്കെയാണ് അവരിങ്ങനെ പറയുന്നത്. അവളാണെങ്കിൽ അതിന് സമ്മതിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഷോൺ ഉടനെ തന്നെ അവൾ ആ വീട് മൊത്തം കാണിക്കാൻ തുടങ്ങി. അതിനിടയിൽ ആ വീടിനെ കുറിച്ചിട്ടും അവരിങ്ങനെ സംസാരിക്കുന്നുണ്ട്. എന്റെ ഭർത്താവ് മരിച്ചുപോയതാണ്. അദ്ദേഹമാണ് ഈ വീട് വെക്കാൻ വേണ്ടി ഈ സ്ഥലം തന്നെ തെരഞ്ഞെടുത്തത്. കാരണം ഇവിടെ ചില ശക്തികളുടെ സാന്നിധ്യം അദ്ദേഹം തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ചില പ്രത്യേകതരം ശക്തികൾ കൂടി ചേർന്ന് നമ്മുടെ ലോകത്ത് നിന്ന് അങ്ങോട്ടും അവരുടെ ലോകത്തിൽ നിന്ന് ഇങ്ങോട്ടും ചില പോക്കുവരവുകളൊക്കെ നടക്കുന്നുണ്ട്. അതിനുവേണ്ടി ഒരു വാതിൽ തന്നെ തുറന്നിട്ടിരിക്കുകയാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ പറയുന്നത്. അവരതൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ക്രിസ്റ്റീനയാണെന്നുണ്ടെങ്കിൽ ആ വീട് മൊത്തത്തിലൊന്ന് നോക്കുകയാണ്. വളരെ ഭീകരമായിട്ടുള്ള ഒരു അന്തരീക്ഷം തന്നെയായിരുന്നു അവിടെ. അങ്ങനെ ഷോൺ അവളെ ഒരു ടേബിളിൽ കൊണ്ടുപോയി ഇരുത്തുകയാണ്. ഈ സമയം ഈ ഷോണിന്റെ ഒരു അനിയായി ഒരാടിനെയും കൂടെ അങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട്. അതിന് ക്രിസ്റ്റീനയുടെ അടുത്താണ് അവർ കെട്ടുന്നത്. അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് റാം ഇപ്പോൾ അവിടുത്തെ ഒരു വിളക്ക് കത്തിക്കുകയാണ്. ഈ സമയം ഷോൺ ആണെന്നുണ്ടെങ്കിൽ ഒരു വലിയ കത്തി എടുത്തിട്ട് എന്തൊക്കെയോ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതിനുശേഷം ക്രിസ്റ്റീനയുടെ അടുത്ത് കാര്യങ്ങൾ പറയാണ്. കുറച്ച് സമയത്തിനുള്ളിൽ ആ ലാമിയ എന്റെ ശരീരത്തിലേക്ക് പ്രവേശിക്കും. അങ്ങനെ വരുമ്പോ എന്റെ കൈ എടുത്തിട്ട് ഈ ആടിന്റെ മുകളിൽ വെക്കണം. അതോടൊപ്പം തന്നെ ആ ആത്മാവ് ഈ ആടിന്റെ ശരീരത്തിലേക്കാവും. ആ സമയത്ത് നീ ഈ കത്തി വെച്ചിട്ട് ഈ ആടിനെ കൊല്ലണം എന്നാണ് അവൾ അവളുടെ അനുയായിയുടെ അടുത്ത് പറയുന്നത്. അങ്ങനെ അത്രയും കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം അവർ പരസ്പരം കൈ കൊടുക്കാൻ തുടങ്ങി. എന്നിട്ട് ഷോൺ പറഞ്ഞതുപോലെ അവരിങ്ങനെ ഒരു കാര്യം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മരണപ്പെട്ടവരെ ഞാൻ എന്റെ ആത്മാവിലേക്ക് ക്ഷണിക്കുന്നു എന്നാണ് അവരിങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ സമയം ലാമിയല്ല അങ്ങോട്ട് വരുന്നത്. വേറെ കുറെ ആത്മാക്കളാണ് അങ്ങോട്ട് വരുന്നത്. അത് കണ്ട ഉടനെ തന്നെ ഷോൺ ആണെന്നുണ്ടെങ്കിൽ ആ ആത്മാക്കളെ മൊത്തം അവിടെ നിന്ന് ഓടിക്കുകയാണ്. അങ്ങനെ ആ ആത്മാക്കളൊക്കെ പോയി കഴിയുമ്പോൾ ലാമി അങ്ങോട്ട് വരാൻ തുടങ്ങി. അത് നേരെ ആ ഷോണിന്റെ ശരീരത്തിലേക്കാണ് കയറിയിരിക്കുന്നത്. അങ്ങനെ ലാമിയെ ഷോണിന്റെ ശരീരത്തിലൂടെ സംസാരിക്കാൻ തുടങ്ങി. ഞാൻ ലാമിയാണ്. ഞാനിപ്പോ വന്നിരിക്കുന്നത് ഈ ക്രിസ്റ്റീന്റെ ആത്മാവിന് വേണ്ടിയിട്ടാണ്. അവൾ കുഴിമാടത്തിൽ കിടന്ന് അഴുകുമ്പോ അവളുടെ ആത്മാവിനെ ഞങ്ങൾ പങ്കിട്ടെടുക്കും എന്നൊക്കെയാണ് ലാമി അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ഇവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ നിനക്ക് ഇവളുടെ ആത്മാവ് എടുക്കുന്നതിൽ നിന്ന് പിന്മാറിക്കൂടെ എന്നൊക്കെ ആ റാം ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അത് കേൾക്കുന്ന ലാമിയാണെങ്കിൽ ഉറക്കെ ഇങ്ങനെ പൊട്ടിച്ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇല്ല, ഇവളെ അങ്ങനെ വിട്ടുകളയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. നീ ഇനി എന്റേതാണ് എന്ന് പറഞ്ഞിട്ട് ലാമി അവളുടെ നേരെ കൈ നീട്ടാൻ തുടങ്ങി. അത് കണ്ട ഉടനെ തന്നെ ക്രിസ്റ്റീൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവളുടെ കൈ എടുത്തിട്ട് ആടിന്റെ ശരീരത്തിലേക്ക് വെക്കുകയാണ്. അതോടൊപ്പം തന്നെ ലാമി ഇപ്പോ ആ ആടിന്റെ അകത്തേക്ക് കയറി. ഇപ്പൊ ആടിന്റെ ശരീരത്തിലൂടെയാണ് അത് സംസാരിക്കുന്നത്. നീ എന്നെ പറ്റിച്ചല്ലേടി, ഇതിനുള്ളതും കൂടെ ചേർത്ത് ഞാൻ നിനക്ക് തരുന്നുണ്ട് എന്നാണ് ആ ആടിങ്ങനെ പറയുന്നത്. അതിനിടയിൽ ഷോണിന്റെ അനുയായി എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ആ കത്തിയെടുത്ത് ആ ആടിനെ വെട്ടാൻ ഒരുങ്ങുകയാണ്. എന്നാൽ ആ ആടാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അവന്റെ കയ്യിലാണ് കയറി കടിക്കുന്നത്. അതോടൊപ്പം തന്നെ ലാമി ഇപ്പോ അവന്റെ ശരീരത്തിലേക്കാണ് കയറുന്നത്. അവനിപ്പോ അവിടുത്തെ വായുവിൽ ഇങ്ങനെ പറന്നു നടക്കുകയാണ്. ഈ സമയം റാം ഇപ്പോൾ ആ ലാമിയുടെ അടുത്ത് ഷൗട്ട് ചെയ്യാൻ തുടങ്ങി. ലാമിയ, നിന്നെ ഞങ്ങളുടെ ഇടയിലേക്ക് വിളിപ്പിച്ച വ്യക്തി എന്ന നിലയിൽ നിന്നോട് ഞാൻ മടങ്ങിപ്പോവാൻ ആജ്ഞാപിക്കുന്നു എന്നൊക്കെയാണ് റാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ലാമിയാണെങ്കിൽ അത് കേട്ട ഉടനെ തന്നെ അയാൾ ഇടിച്ചങ്ങ് തെറിപ്പിച്ച് കളയാണ്. അതിനുശേഷം അതിപ്പോ ക്രിസ്റ്റീന നേരെയാണ് പോകുന്നത്. അവൾ എത്ര ശ്രമിച്ചിട്ടും അവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല. ഈ സമയത്താണ് ലാമി അവളുടെ അടുത്തേക്ക് വരുന്നത്. നീ ഒരു പൂച്ചയെ വെച്ചിട്ട് എന്നെ ഒതുക്കാമെന്ന് വിചാരിച്ചോ? നിന്റെ പൂച്ചയെ എനിക്ക് വേണ്ടടി എന്ന് പറഞ്ഞിട്ട് അവള് ബലി കൊടുത്ത ആ പൂച്ചയെ ലാമി അങ്ങോട്ട് ഛർദ്ദിച്ച് കളയാണ്. ഈ സമയമാകുമ്പോഴേക്കും ഷോണിന് ബോധം വന്നിട്ടുണ്ട്. അവൾ ഉടനെ തന്നെ ഒരു മന്ത്രം ചൊല്ലാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ ലാമി അവിടെ നിന്ന് മുകളിലേക്ക് പോവാണ്. അങ്ങനെ അവൾ കുറെ നേരം മന്ത്രം ചൊല്ലി കഴിയുമ്പോൾ അവന്റെ ശരീരത്തിൽ നിന്നും ആ ലാമിയെ പുറത്തേക്ക് പോകുന്നു. അതോടൊപ്പം തന്നെ അവനാണെങ്കിൽ നോർമൽ അവസ്ഥയിലേക്ക് മാറുകയും ചെയ്യുന്നു. അതൊക്കെ കണ്ട് ക്രിസ്റ്റീൻ ആണെങ്കിൽ ആകെ സന്തോഷിച്ചിരിക്കുകയാണ്. എന്നാൽ പെട്ടെന്നാണ് ആ ഷോൺ താഴേക്ക് വീഴുന്നത്. അവര് നോക്കുമ്പോൾ ആ പ്രക്രിയ കാരണം അവര് മരിച്ചിരിക്കുകയാണ്. അങ്ങനെ പോലീസുകാരൊക്കെ വന്നിട്ട് അവളുടെ ബോഡി അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയി. ഈ സമയം ഇതെല്ലാം നോക്കിക്കൊണ്ട് റാമും ക്രിസ്റ്റീനും പുറത്തു തന്നെ നിൽക്കുന്നുണ്ട്. ക്രിസ്റ്റീൻ അയാളുടെ അടുത്ത് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തായാലും അവരുടെ കാത്തിരിപ്പ് വെറുതെ ആയല്ലോ. 40 വർഷമാണ് അവർ ആ ആത്മാവിനെ നശിപ്പിക്കാൻ വേണ്ടി കാത്തിരുന്നത്. എന്തായാലും ഇന്നത്തെ ദിവസം അവർക്കതിന് പറ്റിയല്ലോ. അത് കഴിഞ്ഞിട്ടാണല്ലോ അവർ മരിച്ചത് എന്നൊക്കെയാണ് അവള് പറയുന്നത്.
അത് കേൾക്കുമ്പോൾ നീ എന്താണ് ഈ പറയുന്നത്? ലാമിയെ അവന്റെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് കളഞ്ഞിട്ടേ ഉള്ളൂ, അല്ലാതെ ലാമി ഇതുവരെയായിട്ട് നശിച്ചിട്ടൊന്നുമില്ല. ആ ആടിനെ കൊന്നിരുന്നെങ്കിൽ അത് നശിച്ചേനെ, പക്ഷെ നമുക്കതിന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഉറപ്പായിട്ടും ആ ലാമിയെ നിന്റെ പുറകെ വരും. ഇനി ഇന്ന് രാത്രി കൂടെ പുലരാൻ മാത്രമേ നിന്റെ മുമ്പിൽ സമയമുള്ളൂ. ഇനിയിപ്പോ ഞാൻ ആലോചിച്ചിട്ട് ആകെ ഒരൊറ്റ വഴിയാണുള്ളത്. നിനക്ക് ശാപം കിട്ടിയ ആ വസ്തു ഉണ്ടല്ലോ, ആ ബട്ടൺ, അത് വളരെ സന്തോഷത്തോടെ മറ്റൊരാൾ സ്വീകരിക്കണം. അങ്ങനെ വരുമ്പോ ആ ആത്മാവ് ആ വ്യക്തിയുടെ പുറകെ പോയിക്കോളും. ഇനി ഞാൻ നോക്കിയിട്ട് അത് മാത്രമേ നിന്റെ മുന്നിൽ ഒരു വഴിയുള്ളൂ എന്നാണ് അയാൾ പറയുന്നത്. അങ്ങനെ ആ സംസാരത്തിന് ശേഷം അവൾ ക്ലേയുടെ കൂടെ അവളുടെ വീട്ടിലേക്ക് പോവാണ്. ഈ സമയം ആ ബട്ടണിട്ട കവറാണെന്നുണ്ടെങ്കിൽ അവൾ അവളുടെ ബാഗിൽ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. പെട്ടെന്നാണ് ആ സ്ത്രീയുടെ രൂപം അവർ മുന്നിൽ കാണുന്നത്. അതോടൊപ്പം തന്നെ അവൻ ബ്രേക്ക് ചെയ്യുകയും ചെയ്യുന്നു. അതിനിടയിൽ അവിടെയുള്ള സാധനങ്ങളൊക്കെ തട്ടി താഴേക്ക് പോകുന്നുണ്ട്. എന്നാൽ അത് ആ സ്ത്രീ ആയിരുന്നില്ല, മറ്റൊരാളായിരുന്നത്. അയാളും വല്ലാത്തൊരു ദേഷ്യത്തിലാണ് നിൽക്കുന്നത്. നീ നരകത്തിൽ കിടന്ന് ചാവാൻ പോവാണ് എന്നൊക്കെയാണ് അയാൾ അവിടെ നിന്ന് വിളിച്ചു പറയുന്നത്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ക്ലേ അവളെയും കൊണ്ട് അവളുടെ വീട്ടിലെത്തി. എന്നാൽ ഇന്നത്തെ ദിവസം അവൻ അവളുടെ കൂടെയല്ല നിൽക്കുന്നത്. അവൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാളെയാണ് നമ്മുടെ ട്രിപ്പ്, നിന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ എപ്പോൾ വരണം എന്നാണ് അവൻ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ, നീ നാളെ എന്നെ പിക്ക് ചെയ്യാൻ വരണ്ട, ഞാൻ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നേക്കാം, എനിക്ക് വരുന്ന വഴി ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് എന്നാണ് അവൾ അതിന് മറുപടി പറയുന്നത്. അതിനിടയിലാണ് അവൾ ബാഗിൽ നോക്കുമ്പോൾ ആ ബട്ടൺ ഇട്ട കവർ കാണുന്നില്ല. നേരത്തെ ആ ബ്രേക്ക് ചെയ്തപ്പോൾ അതെല്ലാം കൂടെ താഴേക്ക് വീണില്ലായിരുന്നു. അങ്ങനെ താഴെ നിന്നാണ് അവൾ അത് പെറുക്കിയെടുക്കുന്നത്. അങ്ങനെ അവളെ ഇറക്കിയതിന് ശേഷം അവൻ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. എന്നാൽ അവളിപ്പോൾ പോയിരിക്കുന്നത് വീട്ടിലേക്കല്ല, അവൾ ഒരു റെസ്റ്റോറന്റിലേക്കാണ് പോയിരിക്കുന്നത്. ആ കവറും കയ്യിലെടുത്തിട്ടുണ്ട്. അത് വളരെ സന്തോഷത്തോടെ ആരെങ്കിലും സ്വീകരിക്കണം, അതിനു വേണ്ടിയിട്ടാണ് അവൾ വെയിറ്റ് ചെയ്യുന്നത്. ഈ സമയത്താണ് നല്ല പ്രായമായിട്ടുള്ള ഒരാൾ അവിടെ ഇരിക്കുന്ന അവൾ കാണുന്നത്. പുള്ളിക്ക് കൊടുക്കാം എന്നാണ് അവളിപ്പോൾ ചിന്തിക്കുന്നത്. എന്നാൽ പുള്ളിയുടെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങുമ്പോഴാണ് പുള്ളിയുടെ ഭാര്യ പുള്ളിയുടെ അടുത്തേക്ക് വരുന്നത്. അത് കാണുമ്പോൾ അവൾ ആ തീരുമാനം മാറ്റി. ഇനിയിപ്പോൾ ആർക്ക് കൊടുക്കണം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവൾക്ക് ആ സ്റ്റൂവിന്റെ കാര്യം ഓർമ്മ വരുന്നത്. ഇവളുടെ ഈ അസിസ്റ്റന്റ് മാനേജർ പോസ്റ്റ് ഇപ്പോൾ പോകാൻ കാരണം അവനാണ് അവൾ അവസാനം അറേഞ്ച് ചെയ്ത് കൊടുത്ത ആ ലോണിന്റെ കാര്യത്തിൽ ഒരു തിരുമറിയൊക്കെ നടത്തിയത്. അതുകൊണ്ട് തന്നെ അവൾ ഉടനെ തന്നെ ആ സ്റ്റൂവിനെ ഫോണിൽ വിളിക്കുകയാണ്. എന്നിട്ട് അവൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ലോണിന്റെ കാര്യത്തിൽ നീ തിരുമറി നടത്തിയിട്ടാണ് നിനക്ക് ഈ മാനേജർ പോസ്റ്റ് കിട്ടിയത് എന്ന കാര്യം എനിക്ക് മനസ്സിലായി. ഞാനത് റിപ്പോർട്ട് ചെയ്യാൻ പോവാണ്. അങ്ങനെ റിപ്പോർട്ട് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ നീ ഞാൻ നിൽക്കുന്ന റെസ്റ്റോറന്റിലേക്ക് വരണം എന്നാണ് അവൾ ഫോണിൽ കൂടെ പറയുന്നത്. കുറച്ച് സമയം കഴിയുമ്പോൾ അവനാണെങ്കിൽ അങ്ങോട്ട് ഓടി വരികയും ചെയ്യുന്നു. എന്നിട്ട് അവൻ അവളുടെ കാലുപിടിക്കാൻ തുടങ്ങി. ദയവ് ചെയ്ത് ഈ കാര്യം നീ വെളിയിൽ പറയരുത്, എന്റെ അച്ഛനെങ്ങാൻ ഈ കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ പ്രശ്നമാവും എന്നൊക്കെ അവനിങ്ങനെ കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്. അത് കേൾക്കുമ്പോൾ, ഞാൻ റിപ്പോർട്ട് ചെയ്യുന്നില്ല, പക്ഷെ ഞാൻ തരുന്ന ഈ കവർ നീ സന്തോഷത്തോടെ സ്വീകരിക്കണം എന്നാണ് അവള് പറയുന്നത്. അവനാണെങ്കിൽ അത് സ്വീകരിക്കാൻ തയ്യാറാവുകയും ചെയ്തു. എന്നാൽ ഇപ്പോഴും അവൻ കരഞ്ഞുകൊണ്ടാണ് സംസാരിക്കുന്നത്. അത് കാണുമ്പോൾ അവൾക്ക് ശരിക്കും വിഷമമായി. അവനെ പെടുത്തണ്ട എന്ന് തന്നെയാണ് അവൾ തീരുമാനിക്കുന്നത്. അങ്ങനെ അവനെ അവിടെ നിന്ന് പറഞ്ഞു വിട്ട് കഴിയുമ്പോഴാണ് അവൾ അവിടുത്തെ ഒരു പത്രം കാണുന്നത്. ഈ സമയം ആ പത്രത്തിൽ ആ ഗനൂഷിന്റെ ഒരു ഫോട്ടോയും കാണുന്നുണ്ട്. അവൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ പോകുന്നത് ആ റാമിനെ കാണാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ പറഞ്ഞല്ലോ ഈ കവർ ഒരാൾക്ക് സമ്മാനമായിട്ട് കൊടുക്കണമെന്ന്, മരിച്ച ഒരാൾക്ക് ഇത് കൊടുക്കാൻ പറ്റുമോ എന്നാണ് അവൾ അയാളുടെ അടുത്ത് ചോദിക്കുന്നത്. ഈ സമയം ഒരു പുസ്തകമൊക്കെ റെഫർ ചെയ്തതിനു ശേഷം അയാൾ കാര്യങ്ങൾ പറയാൻ തുടങ്ങി. മരിച്ചവർക്ക് ജിപ്സികൾ അനുഗ്രഹങ്ങൾ കൊടുക്കാറുണ്ട്, അവരുടെ ആത്മാവിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് സമ്മാനങ്ങളും കൊടുക്കാറുണ്ട്. കാരണം ആത്മാവ് മരിക്കാറില്ലല്ലോ, അതുകൊണ്ട് തന്നെ മരിച്ച ഒരാൾക്ക് ഈ ശാപം കൊടുക്കാൻ സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. അങ്ങനെ അവൾ ആ കവറും എടുത്തിട്ട് നേരെ പോകുന്നത് ആ ലേഡിയെ കുഴിച്ചിട്ട സെമിത്തേരിയിലേക്കാണ്. എന്നാൽ പോകുന്ന വഴിക്കാണ് പെട്ടെന്ന് ആ ലേഡിയുടെ കർച്ചീഫ് അവളുടെ കാറിന്റെ ചില്ലിലേക്ക് വരുന്നത്. അത് കണ്ട ഉടനെ തന്നെ അവൾ വൈപ്പർ ഓണാക്കുകയും ചെയ്യുന്നു. ഈ സമയം ആ കർച്ചീഫ് ആണെന്നുണ്ടെങ്കിൽ ആ ബോണറ്റിന്റെ അകത്തേക്ക് കയറി പോവാണ്. അതിനുശേഷം അത് അവളുടെ മുഖത്തേക്കാണ് വരുന്നത്. അതോടൊപ്പം തന്നെ അവൾ വണ്ടി ചവിട്ടുകയും ചെയ്യുന്നു. അങ്ങനെ അവൾ വളരെ കഷ്ടപ്പെട്ടാണ് ആ കർച്ചീഫ് എടുത്ത് വലിച്ചെറിയുന്നത്. ഈ സമയം അവൾ നോക്കുമ്പോൾ അവളിപ്പോ കറക്റ്റായിട്ട് എത്തി നിൽക്കുന്നത് ആ സെമിത്തേരിയുടെ അടുത്താണ്. അങ്ങനെ അവൾ വേഗം ചെന്നിട്ട് ആ ലേഡിയെ കുഴിച്ചിട്ടിരിക്കുന്ന കുഴിയൊക്കെ കുഴിക്കാൻ തുടങ്ങി. ഈ സമയം അവിടെ ശക്തമായിട്ടുള്ള മഴ പെയ്യുന്നുണ്ട്. അങ്ങനെ അവൾ ആ കവർ എടുത്തിട്ട് ആ സ്ത്രീയുടെ കയ്യിൽ വെച്ചു കൊടുക്കുകയാണ്. പക്ഷെ അവർ കൈ മുറുകെ പിടിക്കുന്നില്ല. അവളാണെങ്കിൽ അവരെ കൊണ്ട് അത് ശക്തിയായിട്ട് പിടിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ ശരീരവും അവളും തമ്മിൽ ഒരു ചെറിയ ഫൈറ്റൊക്കെ നടക്കുന്നുണ്ട്. വളരെ കഷ്ടപ്പെട്ടാണ് അവൾ ആ ശരീരത്തിന് ഇടിച്ച് താഴേക്ക് ഇടുന്നത്. ഈ സമയം അവൾ ആ കവർ മുകളിലേക്ക് പൊക്കി പിടിച്ചിട്ട് ഉറക്കെ വിളിച്ചു പറയാൻ തുടങ്ങി, ഞാൻ ക്രിസ്റ്റീൻ ബ്രൗൺ, ഇപ്പോഴീ ബട്ടൺ സിൽവിയ ഗാനുഷ് എന്ന നിനക്ക് ഞാൻ സമ്മാനമായിട്ട് തരാൻ പോവാണ്. ഇതിനി എന്നും നിന്റേതായിരിക്കും എന്ന് പറഞ്ഞിട്ട് അവൾ ആ ബട്ടൺ എടുത്തിട്ട് ആ ശരീരത്തിന്റെ വായിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ആ ശാപം അവൾ ഇപ്പൊ ആ ബോഡിക്ക് കൈമാറി. ഇപ്പൊ അവൾ ആ കുഴിയിൽ നിന്ന് കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ മഴ പെയ്യുന്നത് കാരണം ആ കുഴി മൊത്തം വെള്ളം നിറയുന്നുണ്ട്. മാത്രമല്ല അവിടെ നാട്ടിയിരിക്കുന്ന ആ കുരിശാണെങ്കിൽ നേരെ അവളുടെ തലയിലേക്കാണ് വീഴുന്നത്. അതോടൊപ്പം തന്നെ അവൾ ആ വെള്ളത്തിലേക്ക് മുങ്ങിപ്പോവുകയും ചെയ്യുന്നു. പക്ഷെ അവൾ മരിക്കുന്നില്ല. വളരെ കഷ്ടപ്പെട്ട് തന്നെ അവൾ ആ കുഴിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാണ്. അങ്ങനെ ശാപം പോയ സന്തോഷത്തിൽ അവൾ വീട്ടിലെത്തി. പിറ്റേ ദിവസം രാവിലെയായി. ഇന്നത്തെ ദിവസമാണല്ലോ അവൾ ട്രിപ്പിന് പോകുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെയാണ് അവളിപ്പോൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് അവളുടെ മാനേജറുടെ ഒരു വോയിസ് മെയിൽ വരുന്നത്. അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ലോണിന്റെ കാര്യത്തിൽ സ്റ്റൂ ഉടായ്പ കാണിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി, അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവൻ ഇവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ്, ഇനി ഇവിടുത്തെ അസിസ്റ്റന്റ് മാനേജർ നീ ആയിരിക്കും എന്നൊക്കെയാണ് അയാൾ ആ വോയിസ് മെയിൽ പറയുന്നത്. അതൊക്കെ കേട്ട് വളരെ സന്തോഷത്തോടെ അവൾ തന്റെ ബോയ് ഫ്രണ്ടിനെ കാണാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ്.
ഈ സമയത്താണ് അവിടെ വെച്ചിരിക്കുന്ന ഒരു കോട്ട് അവൾ ശ്രദ്ധിക്കുന്നത്. അത് അവൾക്ക് ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഉടനെ തന്നെ അവൾ ആ കോട്ട് വാങ്ങിയിട്ട് അതും ധരിച്ചിട്ടാണ് അവന്റെ അടുത്തേക്ക് പോകുന്നത്. ഈ സമയം അവനാണെന്നുണ്ടെങ്കിൽ അവളെ പ്രൊപ്പോസ് ചെയ്യാൻ വേണ്ടി ഒരു റിംഗ് ഒക്കെ വാങ്ങിയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ സമയത്താണ് അവൻ അവളെ ഞെട്ടിക്കുന്ന ഒരു കാര്യം പറയുന്നത്. അവൻ അവന്റെ പോക്കറ്റിൽ നിന്നും ഒരു കവർ എടുക്കുകയാണ്. നീ ഇന്നലെ രാത്രി എടുത്തോണ്ട് പോയ കവർ മാറിപ്പോയി. നീ എടുത്തോണ്ട് പോയത് നീ അന്ന് എനിക്ക് തന്ന കോയിൻ ഇട്ട കവറായിരുന്നു. നിന്റെ ബട്ടൺ ഇട്ട കവർ ഇതാണെന്ന് പറഞ്ഞിട്ടാണ് അവൻ അത് അവളെ കാണിക്കുന്നത്. അത് കേൾക്കുന്ന അവക്കാണെങ്കിൽ ഒരു ഞെട്ടലാണ് ഉണ്ടാവുന്നത്. അപ്പൊ ശാപം ഇതുവരെയായിട്ടും അവളെ വിട്ടു പോയിട്ടില്ല. അവള് പേടിച്ച് പുറകിലേക്ക് നടക്കാൻ തുടങ്ങി. അതിനിടയിൽ അവൾ കാല് തന്നിട്ട് ആ റെയിൽവേ ട്രാക്കിലേക്ക് വീഴാണ്. ഈ സമയമാകുമ്പോഴേക്കും ഒരു ട്രെയിനും അതിൽ വരുന്നുണ്ട്. പെട്ടെന്നാണ് താഴത്തെ ഭൂമി മൊത്തം പിളരുന്നത്. അതോടൊപ്പം തന്നെ ആ ലാമിയുടെ കൈ വന്നിട്ട് അവളെ ആ നരകത്തിലേക്ക് പിടിച്ചോണ്ട് പോവാണ്. അതൊക്കെ കണ്ട് ആകെ ഞെട്ടിയിരിക്കുകയാണ് ക്ലേ. ഈ ഒരു സീനും കാണിച്ചിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? എന്താണെങ്കിലും ഈ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. ഒരു 300 കമന്റ് ആണ് ഈ വീഡിയോയ്ക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ കിടിലനൊരു സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.